നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ, രസിപ്പിക്കാൻ, ചിന്തിപ്പിക്കാനൊക്കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇന്ന് ലോക മാതൃദിനമാണ്. അപ്പോ മദേഴ്സ് ഡേ ആയിട്ട് ഇന്നത്തെ വിഷയം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. മാതൃദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അമ്മമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ മാതൃദിന സ്പെഷ്യൽ ക്വിസ് കാണാൻ ആരൊക്കെ എത്തിയിട്ടുണ്ട്? എത്തിയവരെല്ലാവരും ഒന്ന് ഹായ് ഇടൂ കമന്റ് ബോക്സിൽ. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. എന്റെ കൂടെ ജയശ്രീ ഉണ്ട്. ജയശ്രീ, എന്താണ് മാതൃദിനമായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ? എന്തൊക്കെയാണ് പരിപാടികൾ? എല്ലാവർക്കും മാതൃദിനാശംസകൾ. ഇന്നത്തെ ക്വിസ് പവിത്ര പറഞ്ഞ പോലെ തന്നെ മാതൃദിനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ വളരെ ഈസി ആയ ചോദ്യങ്ങൾ ചോദിക്കും. പവിത്ര ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോ ഓൾട്ടർനേറ്റ് ആയിട്ട് ചോദിക്കാമെന്നാണ് വിചാരിച്ചത്. നിങ്ങളെ ഒറ്റയടിക്ക് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ഞാനൊരു വളരെ ഈസി ചോദ്യം ചോദിക്കും. അത് കഴിയുമ്പോൾ പവിത്ര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം ചോദിക്കും. അങ്ങനെ മാറി മാറി ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 10-20 ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോരുത്തരായി എത്തുന്നതേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് നിങ്ങളോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കാവേ. ഇതിന് പോയിന്റ് ഇല്ല, വെറുതെ ചോദിക്കുന്നു എന്ന് മാത്രം. മാതൃദിനത്തിന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മേഖല ഏതാണെന്ന് ഊഹിക്കാമോ? കമന്റുകളിൽ പറയുക. മാതൃദിനത്തിന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മേഖല. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മേഖല ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മേഖല പൂവാണോ കാടാണോ? അങ്ങനെ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്ന്. കേക്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നു, അല്ലേ? അല്ല, വൈശാഖ് ജയ് പറയുന്നു ഞാൻ ഈസിയായ ഉത്തരങ്ങൾ നൽകാം, അതിന് യോജിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ. വൈശാഖ് ജയ് പറയുന്നു സ്വർണമാണെന്ന്. അല്ല, അമ്മമാരെ അത്രയധികം എല്ലാവരും സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്വർണമല്ല. ജയശ്രീയുടെ ഈസി എന്ന് സിൽവി മൈക്കിൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈസി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പൊ നോക്കിക്കോളൂ. ദിവ്യ ശ്രീകുമാർ പറയുന്നു പൂക്കളാണെന്ന്. പൂക്കൾ ഒരു പരിധി വരെയുണ്ട്, പക്ഷെ അതുമല്ല. അശ്വതി ജോയി അറക്കൽ പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണെന്ന്. അതിന് സാധ്യതയുണ്ട്. വിമിത പറയുന്നു സാരിയാണെന്ന്. അല്ല. മാതൃദിനത്തിന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മേഖല ഏതാണ് എന്നായിരുന്നു എന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് പോയിന്റ് ഇല്ല കേട്ടോ, ഇത് വെറുതെ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. ഫ്ലവേഴ്സ് ആണെന്ന് സിൽവി മൈക്കിൾ പറയുന്നു. ഫ്ലവേഴ്സ് ആണ്, പക്ഷെ അതല്ല, ആ മേഖലയിലല്ല. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന വേറെ ഒരു മേഖലയിലാണ്. അപ്പോ ഞാൻ ഉത്തരം പറയട്ടെ. അപ്പോ ഉത്തരം ഇതാണ്. ഭക്ഷ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് മാതൃദിനത്തിൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അമ്മമാർ അന്നത്തെ ദിവസം ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയും മടി പിടിച്ചിരിക്കുന്ന വീട്ടിലെ ബാക്കിയുള്ളവർ നമുക്കും കുക്ക് ചെയ്യേണ്ട, ഓർഡർ ചെയ്തേക്കാം എന്നും വിചാരിക്കുന്നത് കൊണ്ടായിരിക്കണം റെസ്റ്റോറന്റുകളിലാണ് അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇന്ത്യയിലെ കാര്യം എനിക്കറിയില്ല, ഇത് ലോകം മൊത്തമുള്ള കാര്യമാണ്. അച്ചു ബിപിൻ ഇപ്പൊ ഫുഡ് എന്ന് പറയുന്നുണ്ട്. അതെ, അതാണ് ഉത്തരം. ഞാനത് പറഞ്ഞിരുന്നു. അപ്പോ നമ്മളുടെ ക്വിസ് പ്രോഗ്രാം തുടങ്ങിയാലോ? ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് പോയിന്റ് ഇല്ല കേട്ടോ. ഇനി ചോദിക്കാൻ പോകുന്നതിന് മുതലാണ് പോയിന്റ്. പവിത്ര തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യത്തെ ചോദ്യം പോയിന്റ് എഴുതാനായിട്ട് ഞാൻ പേനയും പുസ്തകവും ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കും. ഒരുപാട് പേര് നെറ്റിലേക്ക് വന്നാലേ നമ്മുടെ മത്സരം ഒന്ന് കൊഴുക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. ഉത്തരങ്ങളുടെ ആദ്യം കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും പോയിന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിൽ ആദ്യം കമന്റ് ചെയ്യുന്ന 2 പേർക്ക് പോയിന്റ് കൊടുത്താലോ? ചെറിയ സെക്കൻഡ് വ്യത്യാസത്തിലായിരിക്കും ഉത്തരങ്ങൾ വരുന്നത്. ഇന്നൊരു ദിവസം വേണമെങ്കിൽ ആദ്യം കമന്റ് ചെയ്യുന്ന 2 പേർക്ക് മാതൃദിന സ്പെഷ്യൽ ആയിട്ട് ഓരോ പോയിന്റ് വീതം ആദ്യം കമന്റ് ചെയ്യുന്ന 2 പേർക്ക്. ആദ്യം ഉത്തരം എഴുതുന്ന 2 പേർക്ക്. അപ്പൊ ആദ്യത്തെ ചോദ്യം കേട്ടോളുക. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നിട്ട് ഉത്തരം പറയണേ. ഞാനൊരു
പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേരാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരമായിട്ട് പറയേണ്ടത് രചയിതാവിന്റെ പേരാണ്. ഈ പുസ്തകം ആദ്യം ഇറങ്ങിയത് റഷ്യൻ ഭാഷയിലാണ്, പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മലയാളത്തിൽ അതിന്റെ വിവർത്തനമുണ്ട്. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. 1910 മുൻപാണ്, 1906 എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം ഇറങ്ങിയത്. റഷ്യൻ ഭാഷയിലാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. ഈ പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേരാണ് നിങ്ങൾ പറയേണ്ടത്, എഴുതേണ്ടത്, കമന്റ് ചെയ്യേണ്ടത്. അപ്പോ ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് ദ മദർ എന്നായിരുന്നു, മലയാളത്തിൽ അമ്മ എന്ന പേരാണ്. ആരാണ് ഈ പുസ്തകം എഴുതിയത്? രചയിതാവ് ആരാണ് എന്നതാണ് ചോദ്യം. ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പത്തെ ചോദ്യമാണെന്ന് പറയും. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ആരും ആ കാലത്ത് ജനിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ആർക്കും ഉത്തരം പറയാം. അത് കുഴപ്പമില്ല, ആ കാലത്ത് ജനിച്ച ആരും ഉണ്ടാവില്ല. പോരാത്തതിന് വൈശാഖ് ജയ് ഉത്തരം പറയുന്നു, അജീഷ് കാവുങ്കൽ പറയുന്നുണ്ട്, വൈശാഖ് ജയ് തന്നെ വേറൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ന പുസ്തകമാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. രമ്യ ഭാരതി, അജയൻ, പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ടോൾസ്റ്റോയ് ആണെന്ന് പറയുന്നു, മാക്സിം ഗോർക്കി ആണെന്ന് പറയുന്നു, സജ്ന അബ്ദുള്ള പറയുന്നു മാക്സിം ഗോർക്കി. അപ്പോൾ ഇതിന്റെ ഉത്തരം ഞാൻ പറയുകയാണ്. അലക്സി മാക്സിമോവിച്ച് പെഷ്കോവ് എന്ന പ്രസിദ്ധ രചയിതാവ് എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അദ്ദേഹത്തിന്റെ മറ്റൊരു ഫേമസ് പേരാണ് മാക്സിം ഗോർക്കി. അപ്പൊ മാക്സിം ഗോർക്കി ആദ്യം പറഞ്ഞ 2 പേർക്ക് പോയിന്റുകളുണ്ട്. എന്റെ സ്ക്രീനിൽ ആദ്യം പറഞ്ഞത് അജീഷ് കാവുങ്കലും വൈശാഖ് ജയുമാണ്. പവിത്ര, ഓക്കെ, വൈശാഖിനും അജീഷ് കാവുങ്കലിനും ഓരോ പോയിന്റ്. അപ്പോ ഈസി ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോ പവിത്ര ചോദിക്കുന്ന ചോദ്യം കേട്ടോണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ടായിരിക്കും പവിത്ര വരിക. ഓക്കെ, അപ്പോ എന്റെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. സിനിമയിലെ ചില അമ്മമാരെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ, ഈ പറയുന്ന ഡയലോഗ് ഏത് സിനിമയിൽ ഏത് കഥാപാത്രം പറയുന്നതാണെന്നാണ് പറയേണ്ടത്. കൃത്യമായിട്ട് കേൾക്കുക. സിനിമ, കഥാപാത്രം, നടിയുടെയോ നടന്റെയോ പേരല്ല, സിനിമയുടെ പേര്, കഥാപാത്രത്തിന്റെ പേര്. ഓക്കെ, ഡയലോഗ് ഇതാണ്: എന്റെ സ്വഭാവമാണ് രണ്ടിനും, ദിലീപും ഞാൻ തന്നെ, ഇവനും ഞാൻ തന്നെ. ഏത് കഥാപാത്രം ഏത് സിനിമയിൽ പറഞ്ഞ ഡയലോഗാണ്? ഒരു അമ്മ കഥാപാത്രമാണ്, അപ്പൊ നടിയാണ്. അപ്പോ നടിയുടെ പേരല്ല നമുക്ക് വേണ്ടത്, കഥാപാത്രത്തിന്റെ പേരും സിനിമയുടെ പേരുമാണ് വേണ്ടത്. ഒന്നുകൂടി പറയാം: എന്റെ സ്വഭാവമാണ് രണ്ടിനും, ദിലീപും ഞാൻ തന്നെ, ഇവനും ഞാൻ തന്നെ. ആരും എന്നെ പഴയ കാലത്ത് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട. ഇത് വളരെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയിലെ കഥാപാത്രമാണ്, അധികം പഴക്കമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. എളുപ്പമുള്ള ചോദ്യം ഞാൻ ചോദിക്കും, വിഷമമുള്ള ചോദ്യം പവിത്ര ചോദിക്കുന്നു. വേഗം വേഗം സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും പറയണം. ഒരിക്കൽ കൂടി ഞാൻ ഡയലോഗ് പറയാം: എന്റെ സ്വഭാവമാണ് രണ്ടിനും, ദിലീപും ഞാൻ തന്നെ, ഇവനും ഞാൻ തന്നെ. സിനിമയും കഥാപാത്രവും എല്ലാം മനസ്സിലായെന്ന് രമ്യ ഭാരതി പറയുന്നുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല എന്നല്ലേ. നാവിന്റെ തുമ്പിലുണ്ട്, പക്ഷെ വരുന്നില്ല എന്ന്. സുമേഷ് മനകുളം പറയുന്നു റോഷാക്ക് എന്ന്. ആണോ? റോഷാക്കിലാണോ? വേറെ ആരും ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ഗൂഗിളിനോട് ചോദിക്കാൻ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സീത എന്ന് സുമേഷ് കഥാപാത്രത്തിന്റെ പേര്. റോഷാക്ക്, ബിന്ദു പണിക്കർ, ജസ്റ്റിൻ. കേശു ഈ വീടിന്റെ നാഥൻ എന്ന് സിൽവി മൈക്കിൾ പറഞ്ഞിരിക്കുന്നു. സിനിമയുടെ പേര് ശരിക്കും കേശു ഈ വീടിന്റെ നാഥൻ അല്ലേ? അത് ശരിയാണ്, പക്ഷെ സിൽവി മൈക്കിൾ കുറച്ചുകൂടി അത് ദൈവികമാക്കിയതായിരിക്കും, യേശു ഈ വീടിനെ നാഥെന്ന്. ബിന്ദു പണിക്കർ, സീത എന്ന് വൈശാഖ് ജയ്, പിന്നെ ആരാണ്? സുമേഷ് മനക്കുളം, റോഷാക്ക് തുടങ്ങിയവരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഉത്തരം. കേശുവും എഴുതാൻ പറ്റിയില്ല എന്ന് സിൽവി മൈക്കിൾ. ഉത്തരം നോക്കട്ടെ, ആരെങ്കിലും പറയുന്നുണ്ടോന്ന്. പേരിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് വരട്ടെ പേര് അത് തന്നെയാണോ എന്ന്. സീത എന്ന കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തിന്റെ പേര് സീത തന്നെയാണ്. റോഷാക്ക് ബിന്ദു പണിക്കർ അവതരിപ്പിച്ച സീത എന്ന അമ്മ കഥാപാത്രം പറയുന്ന ഡയലോഗാണിത്. എന്റെ സ്വഭാവം തന്നെയാണ് രണ്ടിനും, ദിലീപും ഞാൻ തന്നെ, ഇവനും ഞാൻ തന്നെ. അപ്പൊ ആദ്യമായിട്ട് 2 ഉത്തരം പറഞ്ഞത്
മുഴുവൻ ഉത്തരം വേണം നമുക്ക്. റോഷാക്ക് എന്ന് സുമേഷ് മനകുളം പറഞ്ഞിരുന്നു, സീത എന്നും പറഞ്ഞു. അത് രണ്ടും കൂടി ചേർത്ത് വേണമെങ്കിൽ നമുക്ക് സുമേഷിന് ഒരു പോയിന്റ് കൊടുക്കാം. സുമേഷാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ബിന്ദു പണിക്കർ ശരിയാണ് ലേഖ, പക്ഷെ പേര് വേണമായിരുന്നു. സീത അങ്ങനെ ഇപ്പൊ ഉത്തരം കേട്ട് സുഖിക്കേണ്ട, പറയൂല എന്ന് സജ്ന അബ്ദുള്ള. ആഹാ, അങ്ങനെയായോ? ബിന്ദു പണിക്കർ സീത എന്ന് വൈശാഖ് ജയ് പറയുന്നു. റോഷാക്ക് അതുൽ കുമാർ, സുമേഷ് മനകുളം റോഷാക്ക് സീത. ഇപ്പൊ റോഷാക്ക് സീത എന്ന് സുമേഷ് മനകുളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സുമേഷിന് ഒരു പോയിന്റ്. വേറെ ആരും പറയാത്തത് കൊണ്ട് വേറെ ആർക്കും പോയിന്റ് ഇല്ല കേട്ടോ. രണ്ടും ഒരുമിച്ച് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പോയിന്റ് ഉള്ളൂ. അപ്പോ ഇന്ന് കുറച്ച് ലീനിയന്റ് ആവൂ, ഒരു മാതൃസ്നേഹത്തിന്റെ പുറത്ത് ആയതുകൊണ്ടോ? ഇല്ല, എന്താ പറയാ, മത്സരത്തിന്റെ നിയമാവലികൾ കൃത്യമാണ്, അത് മാറ്റപ്പെടുന്നതല്ല. അപ്പോ സുമേഷ് മനകുളത്തിന് മാത്രമാണ് പോയിന്റ്. അപ്പൊ അടുത്ത ചോദ്യം ഈസി ഉള്ള ചോദ്യം ജയശ്രീ ചോദിക്കും. ലേഖ വിഷമിക്കണ്ട, ഈ അടുത്ത ചോദ്യം കേട്ടോളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാനാണ് ഈസി ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കുന്നതെന്ന്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞോളൂ. ആദ്യം ഉത്തരം പറയുന്ന 2 പേർക്കായിരിക്കും പോയിന്റ് എന്ന് പവിത്ര പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക, കാരണം ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, മിക്കവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും. ചോദ്യം ഇതാണ്: മാതൃദിന ആഘോഷം തുടങ്ങി വച്ച വ്യക്തി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മാതൃദിന ആഘോഷം തുടങ്ങി വെച്ച വ്യക്തി ആരാണ്? 1907 മെയ് 12-നായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാതൃദിനം നമ്മൾ മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. അപ്പൊ 1907 മെയ് 12 അങ്ങനത്തെ ഒരു ഞായറാഴ്ച ആയിരുന്നു. അന്നാണ് ഈ ആഘോഷം തുടങ്ങിയത്. അപ്പൊ ഇത് തുടങ്ങി വെച്ച വ്യക്തി ആരാണ് എന്നതാണ് ചോദ്യം. പവിത്ര, എനിക്ക് തോന്നുന്നു എല്ലാവരും ഗൂഗിൾ ചെയ്യാൻ പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. ആശ റോസ് ഷൈജു ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ശ്രീകുമാറും പറഞ്ഞിട്ടുണ്ട്. ശ്യാം സോർബ പറയുന്നു. അതുൽ കുമാർ പറയുന്നു. ഗൂഗിൾ ചെയ്യാൻ പോയവരൊക്കെ തിരിച്ചു വരട്ടെ. ജി സ്കൈതാരം സത്യസന്ധനായി ഹരിചന്ദ്രനായിരിക്കുന്നു, ഗൂഗിൾ അമ്മച്ചിയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ജിഷ റെജോ, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. അന്ന ജാർവിസ് എന്ന വനിതയാണ്. അവരുടെ അമ്മയുടെ ചരമവാർഷികത്തിലാണോ ചരമദിനത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ആണ് മാതൃദിനം തുടക്കം കുറിച്ചത്. അവരുടെ അമ്മ സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന, അവരുടെ ഒരു കൂട്ടായ്മകളൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അതിനെ അനുബന്ധിച്ച് അന്ന റീവ്സ് ജാർവിസ് തുടങ്ങിയതാണ്. ആദ്യം പറഞ്ഞത് പവിത്ര ആശ റോസ് ഷൈജു, ദിവ്യ ശ്രീകുമാർ അല്ലെ? ദിവ്യ ശ്രീകുമാറാണ്. അതെ, 2 പേർക്കും പോയിന്റ്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ വീണ്ടും സിനിമയിലേക്ക് പോവുകയാണേ. ഇത് ഏത് സിനിമയില് ഏത് അമ്മയെ കുറിച്ച് പറയപ്പെടുന്ന ഡയലോഗാണെന്ന് പറയണം. ഈ ഡയലോഗ് ആരാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ മതി. കാരണം എനിക്ക് തോന്നുന്നു സിനിമയിൽ അമ്മയുടെ പേര് അത്ര കൃത്യമായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഈ ഡയലോഗ് ഏത് സിനിമയിൽ ആര് അമ്മയെ കുറിച്ച് പറയുന്നതാണെന്ന് പറയണേ. പ്രാഗല്ലേ, അവർ നിനക്കൊക്കെ വേണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ട്. ഇത് ഏത് സിനിമയില് ഏത് കഥാപാത്രം പറയുന്നതാണ്? ഒന്നുകൂടി പറയാം. പ്രാഗല്ലേ, അവര് നിനക്കൊക്കെ വേണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ട്. കണ്ട ഒരാളെ ഇവിടെ കാണാനില്ല. എല്ലാവരും നിങ്ങളൊക്കെ ഗൂഗിൾ മാതൃദിനം സ്പെഷ്യൽ ആയിട്ട് എങ്ങനെ ഗൂഗിൾ എഫക്റ്റീവായി ഫാസ്റ്റായി ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ കൂട്ടക്ഷരങ്ങളുടെ എഡിറ്റേഴ്സായ ജയശ്രീ ജോണും പവിത്ര ഉണ്ണിയും ലൈവായിട്ടുള്ള ക്ലാസ് നടത്തുന്നു എന്ന് വേണമായിരുന്നു ഈ ലൈവിന് പേരിടാൻ. ഉത്തരങ്ങൾ വരുന്നുണ്ട്. സിനിമയിൽ പറയുന്നതാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് സാബിറ ലത്തീഫി പറയുന്നു. അതിന് മുമ്പ് ആശ റോസ് ഷൈജു, വൈശാഖ് ജയ് തുടങ്ങിയവരൊക്കെ കുമ്പളങ്ങി നൈറ്റ്സ്, സജി, സൗബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കഥാപാത്രത്തിന്റെ പേരാണ് വേണ്ടത്. സൗബിൻ ഷാഹിർ ഇൻ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് ജൗഹാര നാസർ പറയുന്നു.
സൗബിൻ എന്ന് അതുൽ കുമാർ, സൗബിൻ എന്ന് സാബിറ ലത്തീഫി, കുമ്പളങ്ങി നൈറ്റ് സജി എന്ന് മീരാ പി നായർ പറയുന്നുണ്ട്. അതുൽ കുമാർ, ജിഷ റിജോസ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ചെയ്യാതെ ഞാനിവിടെ ഉണ്ടെന്ന് സീന വഹാബ് പറയുന്നുണ്ട് കേട്ടോ. സീനയ്ക്ക് മാത്രമേ ആത്മാർത്ഥതയാണ്, ബാക്കിയുള്ളവരൊക്കെ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അപ്പൊ ഉത്തരം ശരിയാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിൽ സജി എന്ന സൗബിൻ ഷാഹിറിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗാണത്, അവരുടെ അമ്മയെ കുറിച്ചിട്ട്. അപ്പോ ഇതിന് മുമ്പുള്ള ഡയലോഗിന് മുമ്പുള്ള ഡയലോഗ് കൂടി ചേർത്ത് ഞാൻ പറയാം. എന്ത് തള്ളയാണ് സജി, പ്രാഗല്ലേ, അവര് പ്രാഗല്ലേ, അവര് നിനക്കൊക്കെ വേണ്ടി ഒരുപാട് ഓടിയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ കൺവെൻഷൻ അല്ലാത്തൊരു അമ്മയാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ. അത്രയും മക്കൾ വന്ന് വിളിച്ചിട്ടും ഞാൻ വരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരമ്മ. അപ്പോ അതാണ് രണ്ടാമത്തെ ചോദ്യം എന്റെ. അപ്പൊ ഇതിന് പോയിന്റ് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വൈശാഖ് ജയ്ക്കും പിന്നെ ആശാ റോസ് സൗബിൻ എന്നാണ് പറഞ്ഞത്. കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ് സജി എന്ന് പിന്നെ പറഞ്ഞത് എനിക്ക് കാണിക്കുന്നത് മീര നായരാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ് സജി എന്ന ഉത്തരം ആദ്യം പറഞ്ഞത് വൈശാഖ് ജയ് ആണ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മീരാ പി നായരാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഓരോ പോയിന്റ് വീതം. അടുത്ത ഈസിയുള്ള ചോദ്യം ജയശ്രീ ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കവിതയുടെ വരികൾ ഞാൻ ചൊല്ലുന്നില്ല, ഞാൻ പറയും, കവിതയുടെ വരികൾ പറയും. അപ്പോ ആ കവിത എഴുതിയത് ആരാണെന്ന്, കവിതയുടെ പേരല്ല പറയേണ്ടത്, ഞാൻ എടുത്തു പറയുന്നു. കവിതയുടെ പേര് നിങ്ങൾ ഇതിനകം തന്നെ ഊഹിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കവിതയുടെ പേരല്ല ചോദ്യം, കവിത എഴുതിയത് ആരാണ് എന്ന് വേണം പറയാൻ. അപ്പൊ കവിതയുടെ ആദ്യത്തെ 2 വരികൾ ഞാൻ പറയാം. 9 പേരിവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു. ഇങ്ങനെയാണ് ഈ കവിത തുടങ്ങുന്നത്. ഇത് എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. 9 പേരിവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു. മലയാളത്തിലെ സുപ്രസിദ്ധമായ ഒരു കവിതയാണ്. വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി രചിച്ചതാണ്. ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലേഖ ജസ്റ്റിൻ ONV എന്ന് പറയുന്നു. സുമേഷ് മണക്കുളം മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്നു. ആശാ റോസ് ഷൈജു മധുസൂദനൻ എന്ന് പറയുന്നു. ദിവ്യ ONV. നിങ്ങൾ ചോദ്യം ഒരിക്കൽ കൂടി കേൾക്കൂ. 9 പേരിവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു. ഇങ്ങനെയാണ് ഈ കവിതയുടെ തുടക്കം. സുമ ജയമോഹൻ ONV എന്ന് പറയുന്നു. പ്രീസ കടമനിട്ട, മുഹമ്മദ് സഗീർ വൈലോപ്പള്ളി, അതുൽ കുമാർ ONV. കവിതയുടെ പേര് അമ്മ എന്നാണ്. അവസാനത്തെ 2 ലൈൻ കൂടി ഞാൻ പറയാം. കവിതയിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ലൈൻ അതാണ്. കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. ഇങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത്. കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. ജീസ് കൈതാരം ONV എന്ന് പറയുന്നു. റംസീന വൈകി ഒന്ന് ചോദിക്കുന്നു. ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, പോരൂ. അമ്മ എന്നാണ് കവിതയുടെ പേര്. നിഷ റോസ് പറയുന്നു ONV. ONV എന്നതാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. ONV കുറിപ്പ് എഴുതിയ അമ്മ എന്ന കവിതയുടെ വരികളാണ് ഞാൻ ചൊല്ലിയത്. ലേഖ ജസ്റ്റിനും ദിവ്യ ശ്രീകുമാറുമാണ് ആദ്യം ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ലേഖ ജസ്റ്റിൻ, ദിവ്യ ശ്രീകുമാർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും പറയണം. സിനിമയുടെ പേരും അമ്മ കഥാപാത്രത്തിന്റെ പേരും പറയണം. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ. ഇതിന്റെ ഉത്തരം പറയാത്തവർ നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ. ഏത് അമ്മ ഏത് സിനിമ എന്നുള്ളതാണ് ചോദ്യം. ഈ ലൈവ് കഴിയുമ്പോ ആവശ്യമായിട്ട് വരും. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ. കഥാപാത്രത്തിന്റെ പേരാണ് പറയേണ്ടത്. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും. കഥാപാത്രത്തിന്റെ പേര് പറയണം. എല്ലാവരും സിനിമയുടെ പേരും അപ്പുക്കുട്ടൻ എന്ന് പറയുന്നുണ്ട്. അത് കലങ്ങിയില്ല. നമുക്ക് വേണ്ടത് നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ എന്നുള്ളത് ഏത് അമ്മ ചോദിച്ചതാണ് എന്നുള്ളതാണ്. അമ്മയുടെ പേരാണ് പവിത്രയ്ക്ക് വേണ്ട ഉത്തരം, ശരിയല്ലേ? അതെ, അമ്മയുടെ കഥാപാത്രത്തിന്റെ പേരാണ് വേണ്ടത്. ഇപ്പൊ യോധ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞു. യോധയാണെന്നുള്ളത് അറിയാലോ എല്ലാവർക്കും.
യോധയിൽ കഥാപാത്രത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു യോധ വസുമതി. അതുൽ കുമാർ പറയുന്നു യോധ. ജീസ് കൈതാരം പറയുന്നു സുമതി. റംസീന നാസർ പറയുന്നു മീന. യോധ മീന എന്ന് ജിഷ റിജു. യോധ മീന സുമതി കുഞ്ഞമ്മ എന്ന് സീതാവേണി. യോധ വസുമതി എന്ന് റംസീന നാസർ. വസുമതി എന്നാണ് പേരെന്നാണ് എന്റെ. സുമതി എന്നല്ലല്ലോ, വസുമതി എന്നാണ്. വസുമതി കുഞ്ഞമ്മ എന്നാണ് പറയുന്നത്. വസുമതി എന്നുള്ളതാണ് ഉത്തരം. മീന അവതരിപ്പിച്ച വസുമതി എന്ന കഥാപാത്രമാണ് അപ്പുക്കുട്ടനായ ജഗതി ശ്രീകുമാറിനോട് പറയുന്നത്. അപ്പൊ ആദ്യ ഉത്തരം പറഞ്ഞത് ആരാണെന്ന് നോക്കട്ടെ. യോധ വസുമതി എന്ന് പറഞ്ഞ ശ്രീദേവി നമ്പ്യാരാണ്. രണ്ടാമത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഒരുമിച്ച് പറഞ്ഞവരോ അടുത്തടുത്ത് പറഞ്ഞവരോ? ഞാൻ വസുമതി നോക്കാൻ പോയതാ. അതെ, യോധ വസുമതി എന്ന് ബ്രീസ പറയുന്നു. വസുമതിയിൽ സുമതി ഉണ്ടല്ലോ എന്ന് ജീസ് കൈതാരം പറയുന്നു. രണ്ട് സഹോദരിമാരാണ്. അപ്പം മോഹൻലാല് പറയുന്നുണ്ടല്ലോ. ഇത് അപ്പുക്കുട്ടൻ. വസുമതിയാണ് കറക്റ്റ്. വസുമതി സുമതി ഉണ്ടല്ലോ എന്ന് ജീസ് കൈതാരം പറഞ്ഞു. വസുമതി മാത്രമായി പറഞ്ഞത് കൂട്ടുപോകുന്നില്ല. സിനിമയുടെയും കഥാപാത്രത്തിന്റെയും പേര് പറയുന്നവരെ മാത്രമേ കൂട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ടാമത് ഉത്തരം പറഞ്ഞത് ആരാളുള്ളത് നോക്കട്ടെ. വസുമതി സുമതി എന്ന് രണ്ട് സഹോദരിമാരുണ്ട്. അതിൽ വസുമതി മീനയും സുമതി സുകുമാരിയുമാണ്. സുകുമാരിയുടെ മകനാണ്, സുമതിയുടെ മകനാണ് അശോകൻ. വസുമതിയുടെ മകൻ അപ്പുക്കുട്ടനും. യോധ സുമതി വസുമതി എന്ന് ശ്രീദേവി നമ്പ്യാരല്ലേ ഒരു ഉത്തരം പറഞ്ഞത്? പിന്നെ ബ്രീസയാണ് കാണിക്കുന്നത്. ബ്രീസയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നു. യോധ വസുമതി എന്ന് ബ്രീസ. അപ്പോ ഉത്തരം ചോദ്യം വളരെ കഠിനമായിരുന്നു വിചാരിക്കുന്നു. റംസീന നാസറിനെയാണ് എനിക്ക് ഇവിടെ രണ്ടാമത് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് നോക്കിയേക്കാമോ? നോക്കട്ടെ. യോധ വസുമതി. യെസ്, റംസീന കാണിക്കുന്നുണ്ട് ബ്രീസയ്ക്ക് മുമ്പ്. ശ്രീദേവിയും റംസീനയുമാണ് പറഞ്ഞിരിക്കുന്നത്. റംസീനയ്ക്ക് ഒരു പോയിന്റ്. ഇപ്പൊ പോയിന്റ് നില ഞാൻ പറയാമേ. വൈശാഖിന് 2 പോയിന്റ്, ദിവ്യ ശ്രീകുമാറിനും 2 പോയിന്റ്, അജീഷ് കാവുങ്കൽ, സുമേഷ് മനകുളം, ആശ റോസ്, മീര പി നായർ, ലേഖ, ശ്രീദേവി നമ്പ്യാർ, റംസീന തുടങ്ങിയവർക്ക് ഓരോ പോയിന്റ് വീതം. അപ്പൊ അടുത്ത ചോദ്യം ജയശ്രീ ചോദിക്കും. അടുത്ത ചോദ്യം വളരെ ബ്രീസ പറയുന്നു വെറുതെ ആശിപ്പിച്ചു. ബ്രീസ, ഈ ചോദ്യം പെട്ടെന്ന് കേട്ടോളൂ. ഇത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരു കയ്യിൽ ഗൂഗിളും ഒരു കയ്യിൽ ലൈവുമായിട്ടായിരിക്കണം എല്ലാവരും ഇരിക്കുന്നത് എന്ന് തോന്നുന്നു. മെറ്റ AI ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ആ സ്ഥലത്ത് തന്നെ പോയി ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാതൃദിനം എന്നാണ് ആഘോഷിക്കുന്നതെന്ന്. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ്. പക്ഷെ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ദിവസം അല്ല ആഘോഷിക്കുന്നത്. പല രാജ്യങ്ങളിൽ പല സമയത്ത് ആഘോഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു കാനഡയിലോ റഷ്യൻ രാജ്യങ്ങളോ എവിടെയൊക്കെയോ നവംബറിലെ ഡിസംബറിലൊക്കെ ആഘോഷിക്കുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മാർച്ചിൽ ആഘോഷിക്കുന്നുണ്ട് മാതൃദിനം. ഒരേ ഒരു രാജ്യത്ത്, ലോകത്തുള്ള ഒരു രാജ്യത്ത് അത് ജനുവരി 1-ന്, അതായത് പുതുവത്സര ദിനത്തിന്റെ അന്നാണ് മാതൃദിനമായിട്ടും ആഘോഷിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ഏതാണ് ആ രാജ്യം? ജനുവരി 1 പുതുവത്സര ദിനത്തിൽ മാതൃദിനം ആഘോഷിക്കുന്ന രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ജനുവരി 1 പുതുവത്സര ദിനത്തിൽ മാതൃദിനം ആഘോഷിക്കുന്ന രാജ്യം ഏതാണ് എന്നതാണ് ചോദ്യം. ഫാസ്റ്റസ്റ്റ് പേഴ്സൺ വിൻസ് എന്ന് വേണമായിരിക്കും ഇന്ന് പറയാൻ. ഇപ്പൊ പറയാം ഈ ചോദ്യത്തിന്റെ ഉത്തരം. ദിവ്യ ശ്രീകുമാർ ഇറാൻ എന്ന് പറയുന്നു. സിൽവി മൈക്കിൾ ചൈന എന്ന് പറയുന്നു. സീതാവേണി സെർബിയ എന്ന് പറയുന്നു. സെർബിയയിൽ നവംബറിലാണെന്നാണ് എൻ്റെ ഒരു ഊഹം. റംസീന UAE ആണെന്ന് പറയുന്നു. വൈശാഖ് USA അല്ല, USA-യിലാണ് മാതൃദിനം തുടങ്ങിയത് മെയ് 2ാമത്തെ ഞായറാഴ്ചയായിട്ട്. ജിഷ റെജോ ഇറാൻ. സാബിറ ലത്തീഫി ജപ്പാൻ. നിങ്ങൾക്കറിയാവുന്ന എല്ലാ രാജ്യങ്ങളുടെയും പേര് എഴുതും. നമുക്കിന്ന് രാജ്യങ്ങളുടെ പേരും പഠിക്കാം. ഉഗാണ്ട. ശ്രീദേവി നമ്പ്യാർ ഇറാൻ എന്ന് പറയുന്നു. വിനീത പറയുന്നു ഇറാനാണ് എന്ന്. ഇനിയും രാജ്യങ്ങളുണ്ടല്ലോ, പോരട്ടെ.
അപ്പോ ഇതിന്റെ ശരി ഉത്തരം ആദ്യം പറഞ്ഞത് ദിവ്യ ശ്രീകുമാർ ആണ്. ഇറാൻ എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഇറാൻ എന്ന് പറഞ്ഞത് ജിഷ റെജോ ആണ് എന്റെ സ്ക്രീനിൽ. പവിത്ര ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. നോക്കട്ടെ. എന്തോ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇറാനിൽ, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, പുതുവത്സര ദിനം, അതായത് ജനുവരി 1 അവിടെ മാതൃദിനമായി ആഘോഷിക്കുന്നത്. ലോകത്ത് ഇറാൻ എന്ന രാജ്യത്ത് മാത്രമേ ജനുവരി 1 പുതുവത്സര ദിനവും മാതൃദിനവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏക രാജ്യം ഇറാനാണ്. ഇവളുമാർക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടിരിക്കും. എന്തായാലും കൊള്ളാം. കുന്നംകുളം മഹിഷ്മതി അർജന്റീന എന്നൊക്കെയുള്ള ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. വെറുതെ എറിഞ്ഞു നോക്കിയതാന്ന് പലരും പറയുന്നുണ്ട്. സീതാവേണി അർജന്റീന പറയുന്നു. മെർസുക് സെർബിയ എന്ന് പറയുന്നു. ഇറാൻ എന്നതാണ് കൃത്യ ഉത്തരം. ജോയ്ക്കും ദിവ്യ ശ്രീകുമാറിനുമാണ്. ദിവ്യ 3 പോയിന്റുമായിട്ട് പോയിന്റ് നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കി എല്ലാവരും ശ്രമിക്കുക. അടുത്ത ചോദ്യം ഇതാണ്. ഇത് ഏത് സിനിമയിൽ ഏത് കഥാപാത്രം, നടിയുടെ പേരല്ല, കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ ഡയലോഗാണ്. അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് അവരവരുടെ സന്തോഷത്തിനാ. അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് അവരവരുടെ സ്വന്തം സന്തോഷത്തിനാണ്. ഏത് കഥാപാത്രം ഏത് സിനിമയിൽ പറഞ്ഞ ഡയലോഗാണ് ഇത്? ക്ലൂ ഞാൻ തരാം, നടിയാണ്. അമ്മ പറഞ്ഞതാണോ അതോ വെറുതെ ആരെങ്കിലും പറഞ്ഞതോ? അമ്മ കഥാപാത്രം പറഞ്ഞതാ. വളരെ പ്രധാനപ്പെട്ട ഒരു അമ്മ കഥാപാത്രം കൂടിയാണത് മലയാള സിനിമയില്. ഡയലോഗ് വെച്ച് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ ഉത്തരം കിട്ടുമോ? ആരെയും ഇവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. വല്ലാത്ത ക്ലൂ ആണെന്ന് സംസീന പറയുന്നു. കവിയൂർ പൊന്നമ്മ, സന്ദേശം ഒന്ന്, സീതാവേണി. വേറെ ഉത്തരങ്ങൾ വരട്ടെ. ചോദ്യം ഇതാണ്. ഈ സിനിമയിലാണ്, ഏത് സിനിമയിലാണ് ഈ കഥാപാത്രം ഈ ഡയലോഗ് പറയുന്നതാണ്? അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് അവരുടെ സ്വന്തം സന്തോഷത്തിനാണ്. മഞ്ജു വാര്യർ എന്ന് ജിഷ റിജോ. നല്ല ക്ലൂ എന്ന് ലേഖ ജസ്റ്റിൻ. അല്ലെ, നല്ല ക്ലൂ അല്ലേ? മനസ്സിനക്കരെ എന്ന് ജീസ് കൈതാരം. സിൽവി മൈക്കിൾ പറയുന്നു ഊർവശി എന്ന്. പോരട്ടെ കുറച്ചുകൂടി ഇങ്ങോട്ട് പോരട്ടെ. കഥാപാത്രത്തിന്റെ പേരല്ലേ പവിത്ര ചോദ്യം? കഥാപാത്രത്തിന്റെ പേരാണ് വേണ്ടത്, സിനിമയുടെ പേര്. അപ്പൊ അഭിനേതാവിന്റെയും സിനിമയും പേര് എഴുതിയവരൊക്കെ കഥാപാത്രത്തിന്റെ പേരെഴുതും. ഇങ്ങനെയുണ്ടോ മഹത്തായ ക്ലൂ? അതൊക്കെയാണ് നമ്മുടെ ക്ലൂ. ഒരു ആള് പറഞ്ഞതിൽ കുറച്ച് ഉത്തരം ശരിയാണ്. ഊർവശി എന്ന്, ഊർവശിയുടെ കഥാപാത്രമാണ്. ഏത് സിനിമയാണ്, ഏത് കഥാപാത്രത്തിന്റെ പേരെന്താണെന്നുള്ളതാണ് പറയേണ്ടത്. ചോദ്യം ഇതാണ്, ഡയലോഗ് ഇതാണ്. അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് അവരുടെ സ്വന്തം സന്തോഷത്തിനാണ്. ഈ ഭാനുമതി സന്ദേശം, കവിയൂർ പൊന്നമ്മ അല്ലേ സന്ദേശത്തിന്? അച്ചുവിന്റെ അമ്മ ഊർവശി എന്ന സിൽവി മൈക്കിൾ. അച്ചുവിന്റെ അമ്മ ഊർവശി. അച്ചുവിന്റെ അമ്മയില് ഊർവശിയുടെ കഥാപാത്രത്തിന്റെ പേര് കൂടി വേണം. ഷീല മനസ്സിനക്കരെ എന്ന് ജലജ നാരായണൻ. അല്ല, അച്ചുവിന്റെ അമ്മയാണ്. ഊർവശിയുടെ കഥാപാത്രത്തിന്റെ പേര് വേണം. അച്ചുവിന്റെ അമ്മ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഉത്തരം വരുന്നുണ്ട്. അച്ചുവിന്റെ അമ്മ വനജ എന്ന് മീരാപ്പി നായർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടുമുകളിൽ മെർസുക്കും പറഞ്ഞിട്ടുണ്ട് പവിത്ര. ആരാണ്? മെർസൂഖ് മുഹമ്മദ്. പക്ഷെ വനജ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അച്ചുവിന്റെ അമ്മ എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല. രണ്ടും കൂടി ഉള്ളവർക്കേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അച്ചുവിന്റെ അമ്മ വനജ എന്നുള്ള ഉത്തരം പറഞ്ഞത് മീരാപ്പി നായരാണ്. അപ്പൊ മീരയ്ക്ക് 1 പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് റംസീന നാസറാണ്. വനജ അച്ചുവിന്റെ അമ്മ അല്ല, മാറ്റമൊന്നുമില്ലല്ലോ. റംസീനയാണ് എനിക്ക് കാണിക്കുന്നത് രണ്ടാമത്. എനിക്ക് വിനീത വിജയൻ ഒരു പോയിന്റ് കൊടുക്കാൻ വളരെയധികം ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം KP വനജ എന്ന് മുഴുവനായി എഴുതിയിരിക്കുന്നു. രണ്ടാമത് റംസീനയാണ് എനിക്കിവിടെ കാണിക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. KP വനജ എന്ന് സീതാവേണി, വനജ എന്ന് വൈശാഖ് ജയ്, അച്ചുവിന്റെ അമ്മ വനജ എന്ന് സൗമ്യ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അഞ്ജു രഞ്ജിമ മീരാപ്പി നായരും റംസീനയുമാണ്. മീരാപ്പി നായരും റംസീനയ്ക്കും ഓരോ പോയിന്റ് വീതം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം ജയശ്രീയുടെ വക. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഞാനത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് തന്നെ ചോദ്യം ഞാൻ ആദ്യം ചോദിക്കാം. മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു കഥ
ആണ്. ആ കഥയിലെ ചില വാചകങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഉത്തരം എഴുതുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ കഥയുടെ പേരും ഈ കഥയുടെ രചയിതാവിന്റെ പേരും രണ്ടും എഴുതണം. ഒരെണ്ണം മാത്രം എഴുതിയിട്ട് എനിക്ക് പോയിന്റ് കിട്ടിയില്ല എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. കഥയുടെ പേരും കഥ എഴുതിയ ആളിന്റെ പേരും രണ്ടും കൂടെ ആയിട്ട് ആദ്യം കമന്റ് ചെയ്യണം. KP വനജ തിളക്കത്തിലല്ലേ എന്ന് GS കൈതാരൻ ചോദിക്കുന്നു. പൗത്ര, KP വനജ എന്ന് തന്നെയല്ലേ? വനജ എന്നാണ് ഉർവശിയുടെ പേര്. KP ഉണ്ടോന്ന് എനിക്കറിയില്ല. ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. വനജ എന്നാണ് ഉർവശിയുടെ കഥാപാത്രത്തിന്റെ പേര്. എന്തായാലും നമ്മള് പോയിന്റ് കൊടുത്ത രണ്ടുപേരും വനജ എന്ന് പറഞ്ഞവരാണ്. KP വനജ അതിന് ശേഷം വന്ന ഉത്തരങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത ചോദ്യം, കാരണം അനാഥയാണല്ലോ ഉർവശി. KP വനജ എന്നായിരിക്കില്ല പേരെന്ന് വിചാരിക്കുന്നു. ആണ് KP വനജയാണെന്ന് സീതാ വേണി ഉറപ്പ് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലായിക്കോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഇനി വായിക്കാൻ പോകുന്ന വാചകങ്ങൾ ഏത് കഥയിലേതാണ് എന്നും കഥയുടെ പേരും എഴുതിയ ആളിന്റെ പേരും രണ്ടും കൂടി ചേർത്ത് വേണം കമന്റ് ചെയ്യാൻ. മലയാളത്തിലെ സുപ്രസിദ്ധമായ ഒരു കഥയാണ്. സുപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ കഥയുടെ 2-3 വാചകങ്ങൾ ഞാൻ വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടിട്ട് ഉത്തരം എഴുതുക. അവർ കഴിക്കട്ടെ, ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായി ഇരുന്നു. കുറെ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, ഇത് മതി, നല്ല സ്വാദുണ്ട്. ഇതാണ് ചോദ്യം. ഏത് കഥയാണ്, ആരാണ് ഈ കഥ എഴുതിയത് എന്നാണ്. അവർ കഴിക്കട്ടെ, ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായി ഇരുന്നു. കുറെ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, ഇത് മതി, നല്ല സ്വാദുണ്ട്. ഉത്തരങ്ങൾ ചറപറ മഴ പോലെ വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വായിച്ചിട്ടില്ല എന്ന് വൈശാഖി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. വായിക്കണം, നല്ല ഇതാണ്. ഇതിടയ്ക്ക് സിനിമയായും ഇറങ്ങിയിരുന്നു. ഏതോ ഒരു ആന്തോളജിയിൽ ഒരു ഭാഗമായിട്ടും വന്നിരുന്നല്ലോ. ജിഷ ഗിരീശൻ, മീര P നായർ, ബ്രീസ, ദിവ്യ ശ്രീകുമാർ, അഞ്ജു രഞ്ജിമ, ആശ മനു, ഷാഹിന നാസർ, റംസീന, ജലജ, ഷീജ ഇബ്രാഹിം, സീത വേണി, സാബിറ ലത്തീഫി, ബ്രീസ, സൗമ്യ, എല്ലാവരും കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആർക്കും ഒരു സംശയവുമില്ല വേറെ ഏതെങ്കിലും ആണോ എന്ന് പോലും. വേറെ ഒരൊറ്റ ഒരു ഉത്തരം പോലും വന്നിട്ടില്ല. ഉത്തരം ശരിയാണ്. നെയ്പായസം എന്ന സുപ്രസിദ്ധമായ കഥ, മാധവിക്കുട്ടി എഴുതിയ കഥ ഇതിലെ വാചകങ്ങളാണ്. അതില് പായസം എന്നുള്ള വാക്ക് ഞാൻ വാചകങ്ങൾ വായിച്ചപ്പോൾ ഞാൻ അതങ്ങ് മാറ്റിയിട്ട് ഇത് എന്നാണ് അവിടെ വായിച്ചത്. അല്ലാതെ ഞാൻ പായസത്തിന് നല്ല സ്വാദുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം തന്നെ പിടികിട്ടുമായതുകൊണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞത് ജിഷ ഗിരീശനും മീര P നായരുമാണ്. അപ്പോ കൊടുത്തിട്ടുണ്ട്. വൈശാഖ് ഇത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. വൈശാഖ് ഉറപ്പായിട്ടും വായിക്കണം. അമ്മ അവസാനമായി ഉണ്ടാക്കി വെച്ചിട്ട് പോയ നെയ്പായസം കഴിച്ച കുട്ടികളുടെയും ഭർത്താവിന്റെ ഒക്കെ ഒരു ഇത് പറഞ്ഞാൽ ശരിയാവത്തില്ല. കഥ വായിച്ചാൽ മതി. വായിച്ചാലേ അതിന്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം പവിത്ര. അടുത്ത ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും. മലയാള സിനിമയിലെ ആദ്യത്തെ വാടക ഗർഭിണി ആരാണ്? കഥാപാത്രത്തിന്റെ പേരും പറയണം, സിനിമയുടെ പേരും പറയണം. അതായത് ആദ്യത്തെ സറഗേറ്റ് മദർ മലയാള സിനിമയിലെ ആരാണ് കഥാപാത്രം? സിനിമയുടെ പേരും പറയണം, കഥാപാത്രത്തിന്റെ പേരും പറയണം. പെട്ടെന്ന് വരട്ടെ. സറഗസി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരാളുടെ കുഞ്ഞിനെ വാടക വാങ്ങിയോ വാങ്ങാതെയോ പ്രസവിക്കുന്നതിനെയാണ് സറഗസി എന്ന് പറയുന്നത്. മലയാള കഥാപാത്രത്തിന്റെ പേരും സിനിമയുടെ പേരും കൂടെ എഴുതണേ. രണ്ടും കൂടി ഒരുമിച്ച് എഴുതുന്നവർക്ക് മാർക്ക് കിട്ടുള്ളൂ. മാധവി ദശരഥം എന്ന് മഹേഷ് ശ്രീരാമപിള്ള പറഞ്ഞിട്ടുണ്ട്. വളരെ ശരി ഉത്തരം. ഏത് മാധവി എന്നാണ് എന്റെ ചോദ്യം. മാറിപ്പോയതാന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ ഒരു
പ്രശസ്ത അമ്മ സിനിമയുമായി. ആനി എന്ന് സുമേഷ് മനകുളം പറയുന്നു. ആനി ദശരഥം എന്ന് വൈശാഖ് ജയ് പറയുന്നു. കാതര എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം. റംസീന നാസർ ഞാനല്ല എന്ന് സമ്മതിച്ചു. ദശരഥം എന്ന് സാബിറ ലത്തീഫി, ദശരഥം ജലജ നാരായണൻ, ദശരഥം എന്ന് സുമേഷ് മനകുളം, ദശരഥം ആനി എന്ന് മീരാപ്പി നായർ, സൗമ്യ സുരേന്ദ്രൻ, ദിവ്യ ശ്രീകുമാർ, സിൽവി മൈക്കിൾ, ജിഷ ഗിരീഷൻ, രചന നാരായണൻകുട്ടി, ലക്കി. അത് പിന്നീട് വന്ന ഒരു സിനിമയാണ്. ആദ്യത്തെ സർഗേറ്റ് മദർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ദശരഥം ആനി എന്ന് സീതാവേണി പറയുന്നു. ആനി ദശരഥം ആർഷ മനു, ആനി ദശരഥം രേഖ ജസ്റ്റിൻ, സാബിറ ലത്തീഫി ആനി, ദശരഥം ആനി എന്ന് ഷാഹിന നാസർ പറയുന്നു. ശ്രീദേവി നമ്പ്യാർ പറയുന്നു ദശരഥം ആനി. ഇന്നലെ ഞാനിത് ചോദിക്കാതെ വിട്ടതാന്ന് വൈശാഖ് ജി. കണ്ടോ എന്നാ ഒത്തൊരുമ. വിനീത വിജയൻ ആനി ദശരഥം, ജിഷ രജു ആനി ദശരഥം. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. റീസ നിഷ, ജീസ് കൈതാരം, പ്രിയ സുതി, സുമ ജയമോഹൻ, സാബിറ ലത്തീഫി. എത്ര എളുപ്പമുള്ള ചോദ്യങ്ങളെന്ന് സിൽവി മൈക്കിൾ പറയുന്നുണ്ട്. കണ്ടോ, അതാണ്. ലിജി ഗഫൂർ പറയുന്നു ദശരഥം ആനി. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് അഞ്ജു ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ കുറച്ച് സ്നേഹം വാരി വിതറൂ ആ കമന്റിൽ. ലവ് സിമ്പിൾ ഇട്ടുകൊള്ളൂ. ആദ്യം ഉത്തരം പറഞ്ഞ ആരാണെന്ന് ഞാൻ ഇപ്പൊ മുകളിൽ പോയി നോക്കണം. എനിക്ക് തോന്നുന്നു വൈശാഖ് ജയും ആണെന്നാണ് എന്റെ ഓർമ്മ ആദ്യം പറഞ്ഞത്. വൈശാഖ് ജയാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ ആരാണെന്ന് നോക്കട്ടെ. രണ്ടാമത് ദശരഥ മാനി എന്ന് മീരാപ്പി നായരല്ലേ പറഞ്ഞിരിക്കുന്നത്? നോക്കട്ടെ. മീരയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ മീരയാണ് കാണിക്കുന്നത്. രേഖയാണ് 1/2 പോയിന്റ് തരണമെന്ന് മഹേഷ് പിള്ള 1/4 പോയിന്റ് തരാമെങ്കിൽ. സൗമ്യ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. സൗമ്യ സത്യത്തിൽ മീരയുടെ കമന്റ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. എനിക്കിവിടെ താഴെ മീരയ്ക്ക് താഴത്താണ് സൗമ്യ സുരേന്ദ്രനെ കാണിക്കുന്നത്. ചെയ്യാമോ? മീരാപ്പി നായരാണോ സൗമ്യ സുരേന്ദ്രനാണോ രണ്ടാമത് ഉത്തരം പറഞ്ഞിട്ടുള്ളതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? ആദ്യം ഉത്തരം പറഞ്ഞത് എനിക്ക് മീരയുടെ കമന്റ് കാണിക്കുന്നേ ഇല്ല. ഈ ചോദ്യം പൗത്ര ചോദിച്ചപ്പോ ഞാൻ കുറച്ചുപേരെങ്കിലും വേറൊരു ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിച്ചു. ശാന്തികൃഷ്ണ ഒരു സിനിമയിൽ സരോഗേറ്റ് മാത്രമായിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരം ആരും തന്നെ പറഞ്ഞില്ല. എനിക്ക് മീരയുടെ കമന്റ് കാണാൻ പറ്റുന്നില്ലെന്ന് വൈശാഖ് ജയ്. സൗമ്യയാണ് എന്റെ സ്ക്രീനിൽ നിന്ന് വൈശാഖ് ജയ്. ഒരാൾ കൂടി ഒന്ന് കൺഫേം ചെയ്യാമോ? മീരയാണോ സൗമ്യയാണോ ആദ്യം കമന്റ് ചെയ്തിരിക്കുന്നത്? ലാളനം, ശ്രീദേവി നമ്പ്യാർ പറയുന്നു ലാളനം. ശരിയാണ്. ബേബി ശ്യാമലി ആണെന്ന് തോന്നുന്നു ആ സരോഗേറ്റ് ഇതായിട്ട് ഉണ്ടായ കുട്ടി. എനിക്ക് രണ്ടാമത്തേത് കാണുന്നത് എന്നെയാണെന്ന് ദിവ്യ ശ്രീകുമാർ. അതെ അതെ, ഞാൻ അങ്ങ് മീരാപ്പി നായരാണ് എന്ന് വിനീത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും ശരി. എന്തോ കാരണം കാണിക്കുന്നില്ല ഇവിടെ. മാഗി എല്ലാവരെയും 2 മിനിറ്റ് മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് മഹേഷ് ശിവരാമ പിള്ള പറയുന്നു. അത് ശരിയല്ല. 2 മിനിറ്റിൽ ഒരു മാഗിയും വേവാറില്ല, സ്നേഹവും. അപ്പൊ അടുത്ത ചോദ്യം ജയശ്രീ ജോൺ ചോദിക്കും. അടുത്ത ചോദ്യം ഞാനാണ് ചോദിക്കാൻ പോകുന്നത്. ചോദ്യം ഉത്തരം പെട്ടെന്ന് തന്നെ എല്ലാവരും കമന്റ് ചെയ്തോളുക. നമുക്കൊക്കെ 2 കുട്ടികളെ, 3 കുട്ടികളെ, 4 കുട്ടികളെ, അങ്ങനെ 10, 16 കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വേൾഡ് റെക്കോർഡ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളതിന്റെ വേൾഡ് റെക്കോർഡ് ഉള്ള ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേര് ഞാൻ ചോദിക്കുന്നില്ല, അത് നിങ്ങൾ പറയണ്ട. എത്ര കുട്ടികളാണ് ആ അമ്മയ്ക്കുണ്ടായിരുന്നത് എന്ന് ആണ് കമന്റ് ചെയ്യേണ്ടത്. കുട്ടികളുടെ എണ്ണം, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടായതിന്റെ റെക്കോർഡ് ഒരമ്മയ്ക്കാണ്. എത്ര കുട്ടികൾ എന്നതാണ് ചോദ്യം. അമ്മയില്ലല്ലോ, അമ്മ ഉണ്ടാകുന്ന സാധ്യതയില്ലല്ലോ. അമ്മ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് 1725 സംഭവിച്ച കാര്യമാണ്. 1725നും 65നും ഇടയിലായിട്ടാണ് ഈ അമ്മയ്ക്ക് ഇത്രയും കുട്ടികൾ ഉണ്ടായത്. ഗാന്ധാരി എന്ന് പലരും പറയുന്നുണ്ട്. ഒറിജിനൽ അമ്മയെ കുറിച്ചാണ് പറയുന്നത്, മിത്തോളജിക്കൽ ക്യാരക്ടർ അല്ല. ഗാന്ധാരി അല്ല, ഞാനിത് ഒറിജിനൽ സീതാവേണി 69. മഹേഷ്
ശിവരാമപിള്ള 101. ഒരു നല്ല നമ്പർ ആയതുകൊണ്ട് 101 എടുത്തതാണോ? വിനീത വിജയൻ 69, ജലജ 101, ദിവ്യ ശ്രീകുമാർ 69, ജിഷ ഗിരീഷ് 36, 69, 32, 36, 101. ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. റഷ്യയിലാണ് ഇത് സംഭവിച്ചത്. 1725 മുതൽ 65 വരെയുള്ള സമയത്തിനിടയ്ക്കാണ് ഈ അമ്മ കുട്ടികൾക്ക് ജന്മം നൽകിയത്. ഇത്രയൊക്കെ ക്ലൂവേ ഉള്ളൂ. 27 പ്രസവങ്ങളിലായാണ് ഇവരുടെ കുട്ടികൾ ഉണ്ടായത്. ഇവരുടെ അച്ഛന്റെ പേര് പറയണം. 50, 60, 70, 100, 200 ഇഷ്ടംപോലെ ഉത്തരങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട്. 69. അപ്പോ ശരിയായിട്ടുള്ള ഉത്തരം ആദ്യം പറഞ്ഞത്, കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. 69 എന്നാണ് ശരിയായ ഉത്തരം. അത് ആദ്യം പറഞ്ഞത് സീതാവേണിയാണ്. പവിത്ര, സീതാവേണി. രണ്ടാമത് ദിവ്യ ശ്രീകുമാറാണ് എന്റെ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ അമ്മയ്ക്ക് എങ്ങനെ 69 കുട്ടികൾ ഉണ്ടായി എന്ന്. അവർക്ക് 16 ജോഡി ഇരട്ടകൾ, 7 സെറ്റ് ട്രിപ്ലെറ്റുകൾ, അതായത് 3 കുട്ടികൾ വീതം 7 സെറ്റ്, പിന്നെ ക്വാഡ്രപ്ലെറ്റ് അത് 4 സെറ്റ്. അങ്ങനെ 27 പ്രസവത്തിലായി അവർക്ക് 69 കുട്ടികൾ ഉണ്ടായി. അവരുടെ പേര് വാലന്റീന വാസിലിയേവ എന്ന റഷ്യൻ യുവതിയാണ്. അവർക്കാണ് 69 കുട്ടികൾ. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളതിന്റെ വേൾഡ് റെക്കോർഡ് അവരുടെ പേരിലാണ്. അപ്പോ പവിത്ര, അടുത്ത ചോദ്യം. എന്തായാലും 69 കുട്ടികളുടെ പേര് പറയാൻ പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ റഷ്യൻ പേരുകളൊക്കെ എങ്ങനെ പറഞ്ഞേനെ, കമന്റ് ചെയ്തേനെ. ഇപ്പൊ നമ്മുടെ പോയിന്റ് തന്നെ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമേ. ദിവ്യ ശ്രീകുമാറും മീര പി നായരും 4 പോയിന്റുമായിട്ട് 1ാം സ്ഥാനം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. വൈശാഖ് ജയ്ക്ക് 3 പോയിന്റ്, റംസീന നാസറിന് 2 പോയിന്റ്, അജീഷ് കാവുങ്കൽ, സുമേഷ് മനകുളം, ആശ റോസ്, ലേഖ, ശ്രീദേവി നമ്പ്യാർ, ജിഷ റിജോ, ജിഷ ഗിരീഷൻ, സീതാവേണി തുടങ്ങിയവർക്ക് ഓരോ പോയിന്റ് വീതമുണ്ട്. അടുത്ത ചോദ്യം വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ആർക്കും ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണ്. സിനിമയുടെ പേര്, കഥാപാത്രത്തിന്റെ പേര്, ഇത് രണ്ടും ഒരുമിച്ച് ടൈപ്പ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഈ ഡയലോഗ് ഏത് സിനിമയിൽ ഏത് കഥാപാത്രം പറയുന്നതാണ്? ഉണ്ണി, എന്റെ ഉണ്ണി വന്നോ? ഉണ്ണി, എന്റെ ഉണ്ണി വന്നു. കഥാപാത്രത്തിന്റെ പേര് പറയണം, സിനിമയുടെ പേരും പറയണം. കഥാപാത്രത്തിന്റെ പേര്, കഥാപാത്രത്തിന്റെ പേരും പറയണം, സിനിമയുടെ പേര് പറയണം. അച്ഛന്റെ പേര്, മറ്റേ റഷ്യക്കാരന്റെ അച്ഛന്റെ പേര് പറയണം എന്ന് ശിവരാമപിള്ള വാശി പിടിക്കുന്നുണ്ട്. കൈ കിട്ടിയ പെണ്ണുങ്ങളെല്ലാം തല്ലിക്കൊല്ലും. അതിനേക്കാൾ നല്ലത്. റംപീനെ ചോദിക്കുന്നുണ്ട് അവർക്ക് എന്തായിരുന്നു പ്രസവം നിർത്തിയാലെന്ന്. 1725 അല്ലേ അന്ന്? അന്ന് പ്രസവം നിർത്താമായിരുന്നു. ഇയാളെ തവിട്ടി പുറത്തേക്ക് അല്ലെങ്കിൽ ഇയാൾ എവിടെയെങ്കിലും ദൂരദേശത്തേക്ക് വല്ല കുതിരയെ അന്വേഷിച്ചോ മറ്റോ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ പ്രസവം നിർത്താൻ പറ്റിയേനെ. എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഞാൻ റഷ്യക്കാരിയല്ല. കവിയൂർ പൊന്നമ്മ, ഹിസൈൻസ് അബ്ദുള്ള എന്ന് പലരും ഉത്തരം പറയുന്നുണ്ട്. പേരറിയില്ല എന്ന് അഞ്ജു രഞ്ജിമ പറയുന്നു. യശോദ കാക്കക്കുയിൽ എന്ന് സൗമ്യ സുരേന്ദ്രൻ. കവിയൂർ പൊന്നമ്മ, ഹിസൈനസ് അബ്ദുള്ള എന്ന് ജിഷ ഗിരീഷൻ. കവിയൂർ പൊന്നമ്മയാണെന്ന് മഹേഷ് ശിവരാമപിള്ള, റംസീന നാസർ. സീതാവേണി പറയുന്നു ഹിസൈനസ് അബ്ദുള്ള, ഭാഗീരഥി. അതാണ് ഉത്തരം. ഹിസൈനസ് അബ്ദുള്ള, ഭാഗീരഥി തമ്പുരാട്ടിയാണ് ഈ ഐക്കോണിക് ഡയലോഗ് പറയുന്നത്. ആ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കവിയൂർ പൊന്നമ്മിക സിനിമയിൽ, അല്ലേ? വേറെ ഡയലോഗ് ഇല്ലെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഈ ഒരൊറ്റ ഡയലോഗുകളൊന്നും റിപ്പീറ്റഡ്. അപ്പൊ എനിക്ക് കാണിക്കുന്നത് സീതാവേണിയാണ് ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ആരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. യശോദ കാക്കക്കുയില്, ഹിസൈനസ് അബ്ദുള്ള, തമ്പുരാട്ടി. പേര് വേണേ. ഹിസൈനസ് അബ്ദുള്ള, കാക്കക്കുയിൽ കവിയൂർ പൊന്നമ്മ എന്ന് ഷീജ ഇബ്രാഹിം അല്ല. തിളക്കം ദേവിക എന്ന് വിനീത വിജയൻ. മഹേഷ് ശിവരാമപിള്ള അവര് നിർത്തി, അങ്ങേര് നിർത്തിയില്ല. കബഗീരഥി ഹിസൈനസ് അബ്ദുള്ള എന്ന് ജിഷ റജോ. ടൈപ്പ് ആണെന്ന് വിചാരിക്കുന്നു.
ഇപ്പൊ ജിഷ റെജോ ആണ് എനിക്ക് രണ്ടാമത് കാണിക്കുന്നത്. വേറെ ആർക്കെങ്കിലും അതിന് മുമ്പ് ഉത്തരം പറഞ്ഞ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ പറയണേ. വൈശാഖ് ജയ്, ശ്രീദേവി നമ്പ്യാർ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. റംസീന നാസർ ഭാനുമതി എന്ന് പറയുന്നു. ജിഷ റജോ തന്നെയാണ് രണ്ടാമത്, ടൈപ്പോ ആണെന്ന് തോന്നുന്നു. ഭാഗീരഥിയാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഈ ഡയലോഗ് എന്തായാലും ആദ്യമായി പറഞ്ഞിരിക്കുന്നത് കവിയൂർ പൊന്നമ്മയാണ്. അതിന്റെ സ്പൂഫായിട്ട് എനിക്ക് തോന്നുന്നു വേറെ പഴയ പിന്നീട് വന്ന സിനിമകളിലൊക്കെ പലപ്പോഴും അത് ഉപയോഗിച്ചിട്ടുണ്ടാകാം. എങ്കിലും ആദ്യം ഈ ഡയലോഗ് ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ ഭാഗീരഥി തമ്പുരാട്ടിയാണ് പറയുന്നത്. ഉണ്ണി എന്റെ ഉണ്ണി വന്നു. അപ്പോ ഇതിന്റെ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ജിഷ റെജോയ്ക്കും സീതാ വേണിക്കുമാണ്. അപ്പൊ അടുത്ത ചോദ്യം ജയശ്രീ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ആരും ഗൂഗിളിലോട്ടൊന്നും പോകണ്ട, എത്രയും പെട്ടെന്ന് ടൈപ്പ് ചെയ്താൽ മതി. 2 വ്യക്തികളുടെ പേരാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. 2 പേരുടെയും പേര് നിങ്ങൾ ഒറ്റ കമന്റിൽ ടൈപ്പ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു, ഇങ്ങനെ ചെയ്തായിരുന്നു, അവിടെ ചെയ്തിരുന്നു പകുതി, ഇവിടെ ചെയ്തിരുന്നു പകുതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഡയലോഗ് ചോദ്യമല്ല. ചോദ്യം ചോദിക്കാൻ പോകുന്നു. 2 വ്യക്തികളുടെ പേരാണ് ഉത്തരമായിട്ട് വേണ്ടത്. 2 കൂടി ഒറ്റ കമന്റിൽ എഴുതുക. നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള അമ്മയും മകളും ആരൊക്കെയാണ്? അമ്മയുടെയും മകളുടെയും പേര് വേഗം എഴുതുക. കറക്റ്റ് പേരെഴുതണം. നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വനിത കൂടിയായിരുന്നു ഈ അമ്മ എന്ന് മാത്രമല്ല 2 തവണ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് അമ്മ. കൂടുതൽ ക്ലൂ വേണോ? ഈ കുടുംബത്തിന് വേറൊരു റെക്കോർഡ് കൂടിയുണ്ട്. കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടി ചേർത്ത് 5 നോബൽ സമ്മാനം അവരുടെ കുടുംബത്തിന് തനിച്ച് കിട്ടിയിട്ടുണ്ട്. അരുന്ധതി റായ് എന്ന് പറയുന്നു. അരുന്ധതി റോയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. ഉത്തരങ്ങൾ വരുന്നുണ്ട്. നോബൽ സമ്മാനമാണ് ചോദ്യം. മാധവിക്കുട്ടി, ലളിതാംബിക അന്തർജനം, ജിഷ ഗിരീഷൻ പറയുന്നു. ഒന്നാമത് അവര് രണ്ടുപേരും അമ്മയും മകളും അല്ല. രണ്ടാമത് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. ഉത്തരം പലരും പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ 2 പേർ ആരാണ്? ശരിയായ ഉത്തരം കൃത്യമായി പറഞ്ഞ 2 പേർ ആരാണ്? പ്രിയ സുധി പറഞ്ഞിട്ടുണ്ട്. പ്രിയ സുധി. അത് കഴിഞ്ഞ് സീതാവേണിയാണ് എന്റെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഒന്ന് കൺഫേം ചെയ്തോണേ. സീതാവേണിയാണ് കാണിക്കുന്നത്. ഓക്കെ. മേരി ക്യൂറി, അവരുടെ മകൾ ഐറീൻ ക്യൂറി. ഇതാണ് കറക്റ്റ് ഉത്തരം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് GK ഞാൻ പറഞ്ഞുതരാം. മേരി ക്യൂറി ആദ്യം ഭർത്താവിന്റെ കൂടെ, പിയറി ക്യൂറിയുടെ കൂടെ ഭൗതിക ശാസ്ത്രത്തിന്, അതായത് ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടി. അത് കഴിഞ്ഞ് മേരി ക്യൂറിക്ക് തന്നെ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം കണ്ടുപിടിച്ചതിന് അവരോട് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഇപ്പോഴത്തെ ക്യാൻസർ ചികിത്സയിലും ഒക്കെ വളരെയധികം ഉപയോഗിക്കുന്ന റേഡിയേഷന്റെ ഒരു ആദ്യ രൂപമാണ് അവർ കണ്ടുപിടിച്ച റേഡിയം. അതിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. പിന്നീട് അവരുടെ മകൾ ഐറീൻ ക്യൂറിയും ഭർത്താവായ ഫ്രെഡറിക്കും കൂടി അവർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് രസതന്ത്രത്തിന്. അങ്ങനെ മൊത്തത്തിൽ ഈ കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് 5 നോബൽ സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. വേറെ ഒരു അമ്മയ്ക്കും മകൾക്കും നോബൽ സമ്മാനം കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതായിരുന്നു ഉത്തരം. അടുത്ത ചോദ്യം പവിത്ര ചോദിക്കും. പോയിന്റ് നില ഞാൻ ഒന്ന് പറയാമേ. ദിവ്യ ശ്രീകുമാറും മീര പി നായരും 4 പോയിന്റുമായി ആദ്യ സ്ഥാനത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. വൈശാഖ് ജയും സീതാവേണിയും 3 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. 2 പോയിന്റുമായി റംസീനയും ജിഷ റെജോയും 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോ അടുത്ത ചോദ്യം, ഈ ഡയലോഗ് ഏത് സിനിമയിൽ ഏത് കഥാപാത്രം പറഞ്ഞു എന്ന് പറയണം. സിനിമ, കഥാപാത്രത്തിന്റെ പേര്, 2 കൂടി കമന്റ് ചെയ്യണേ. ഡയലോഗ് ഇതാണ്: ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൂടി എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി കാണണം. ഏത് സിനിമ, ഏത് കഥാപാത്രം? ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൂടി എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി കാണണം. കഥാപാത്രത്തിന്റെ പേരും സിനിമയുടെ പേരും. പേരും. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം അപ്പൊ തന്നെ കമന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആരും കാണാനില്ല. മഹേഷ് ഇപ്പോഴും റഷ്യയിൽ കറങ്ങുകയാണ്. റഷ്യ വിട്ടുപിടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. ആ റഷ്യക്കാരൻ അവിടെ പോയോന്ന്. ആനി ആകാശദൂത് എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. സാബറ ലത്തീഫ് പറയുന്നു ആനി ആകാശദൂത്. ദിവ്യ ശ്രീകുമാർ പറയുന്നു ആകാശദൂത് ആനി. റീസ നിഷാദ് പറയുന്നു ആനി ആകാശദൂത്. ശരി ഉത്തരമാണ്. അപ്പോ ശ്രീദേവിയും സാബിറയുമാണ് എനിക്ക് കാണിക്കുന്നത്.
ഒരുപാട് പേര് പ്രാവശ്യം പോയിന്റ് നിലയിൽ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കരയിപ്പിച്ച, തിയേറ്ററിൽ പോകുമ്പോൾ തൂവാലയും കൊണ്ട് പോകണമെന്ന് പരസ്യം വരെ ചെയ്ത ആകാശദൂത് എന്ന ചിത്രത്തിലെ മാധവി അവതരിപ്പിച്ച ആനി എന്ന കഥാപാത്രം പറയുന്നതാണ് ഈ ഡയലോഗ്. ബാക്കി കഥയൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയ, സുധി, അജിത് രാജ്, മീര പി നായർ, അഞ്ജു രഞ്ജിമ, മഹേഷ് രാമപിള്ള, സൗമ്യ സുരേന്ദ്രൻ, സീതാവേണി, ലിജി കഫൂർ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷാഹിന നാസർ, ജലജ നാരായണൻ, ജിഷ റിജോ, ജിഷ ഗിരീഷൻ, വിനീത വിജയൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാരനും അതുപോലെ തന്നെ സാബിറ ലത്തീഫിക്കുമാണ്. അടുത്ത ചോദ്യം ജയശ്രീയുടെ വക. അടുത്ത ചോദ്യം നിങ്ങൾ ഉത്തരം ആയിട്ട് പറയേണ്ടത് ഒരു സംഖ്യയാണ്, ആളിന്റെ പേരല്ല. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ആളിന്റെ പേരല്ല, ഒരു സംഖ്യയാണ് ഉത്തരം പറയേണ്ടത്. അപ്പോ സംഖ്യ, അക്കം ആണ് പറയേണ്ടത്. അപ്പോ ചോദ്യം ഇതാണ്: ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഗർഭം ധരിച്ച് ഏറ്റവും പ്രായമായതിനു ശേഷം ഗർഭം ധരിച്ച് അമ്മയായ ഒരു സ്ത്രീയുണ്ട്. അവർ ഗർഭിണിയായപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴുള്ള അവരുടെ പ്രായം, അതാണ് എന്റെ ചോദ്യം. അവരുടെ പ്രായം എത്രയായിരുന്നു എന്നതാണ് ചോദ്യം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഗർഭം ധരിച്ച് അമ്മയാകുമ്പോൾ ഏറ്റവും പ്രായമുണ്ടായിരുന്ന സ്ത്രീയുടെ അന്നത്തെ പ്രായം എത്രയായിരുന്നു? അവർ അമ്മയായപ്പോഴുള്ള പ്രായം. 62 എന്ന് അജിത്ത് പറയുന്നു, സാബിർ 63, 65, നിഷിബ 63, സുമേഷ് 56, ശ്രീജ 62, മഹേഷ് 92, റംസീന 65, സീതാവേണി 70, അഞ്ജു രഞ്ജിമ 64, ജിഷ റജു 70, ദിവ്യ ശ്രീകുമാർ 62, 61. പല പല ഉത്തരങ്ങൾ വരുന്നു. നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ ക്ലൂ കൂടി തരാം. ഇന്ത്യക്കാരിയാണ്. ഇനി ഗൂഗിൾ ചെയ്യാൻ എളുപ്പമായല്ലോ. 64, 68, 63. 63, 68, 64, 65. ഞാൻ ക്ലൂ ചുരുക്കി കൊണ്ടുവരാം. സൗത്ത് ഇന്ത്യക്കാരിയാണ്. മഹേഷ് രാമപിള്ള 65, 64. മഹേഷ് ശിവരാമപിള്ള 60 കഴിഞ്ഞിട്ടുള്ള എല്ലാ സംഖ്യകളും ഇടുന്നു എന്ന് തോന്നുന്നു. വൈശാഖ് ജയ് പറയുന്നു 92. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ, അതിന്റെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഗർഭം ധരിച്ച അമ്മയാകുമ്പോൾ ഏറ്റവും പ്രായമുണ്ടായിരുന്ന സ്ത്രീ, അവരുടെ പ്രായം എത്രയാണ്? സീതാവേണി 73, ശ്രീദേവി നമ്പ്യാർ 73, പ്രിയ സുധി 73. ഇപ്പൊ എല്ലാരും കൂടി ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എരമട്ടി മങ്കമ്മ എന്ന സ്ത്രീയാണ് 73 എന്നതാണ് കറക്റ്റ് ഉത്തരം. ആന്ധ്രാപ്രദേശുകാരിയായിരുന്നു. അവർ അമ്മയാകുമ്പോൾ അവരുടെ പ്രായം 73 വയസ്സാണ്. 2019 അവർ ഇരട്ട പെൺകുട്ടികളായിരുന്നു അവർക്ക് ജന്മം നൽകിയത്. എന്റെ ചോദ്യം, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ അമ്മയാകുമ്പോൾ ഏറ്റവും പ്രായമുണ്ടായിരുന്ന സ്ത്രീയുടെ പ്രായം എത്രയായിരുന്നു എന്നാണ്. അപ്പോ 73 എന്ന ഉത്തരം പറഞ്ഞതാണ് കറക്റ്റ്. ആദ്യം പറഞ്ഞു. അതെ, എനിക്കും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇവർക്ക് മുൻപേ ഏറ്റവും പ്രായം കൂടിയ അമ്മയായ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യക്കാരി തന്നെയാണ്. ഹരിയാനയിൽ നിന്നുള്ള ദൽജീന്ദർ കൗർ ഗിൽ എന്ന സ്ത്രീയായിരുന്നു. അവർക്ക് ഒരു ആൺകുട്ടിയാണ് ജനിച്ചത്. ഇത് പത്രത്തിലൊക്കെ വന്ന ന്യൂസ് ആയിരുന്നു. ഈ എരമട്ടി മങ്കമ്മ അമ്മയാവുന്നു, ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ 73 വയസ്സിൽ ഇരട്ട കുട്ടികൾ എന്നുള്ളത്. അപ്പോ അടുത്ത ചോദ്യം പവിത്ര. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. സാധാരണ നമ്മൾ സിനിമകളിൽ രണ്ടാനമ്മ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂര കഥാപാത്രമായിട്ടാണ് കാണാറ്. പക്ഷേ ഒരു മലയാള സിനിമയിൽ സ്വന്തം കുഞ്ഞിനെ അബദ്ധത്തിലെങ്കിലും കൊലപ്പെടുത്തിയ മകനെ, അതായത് ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലുള്ള മകനെ ക്ഷമിച്ച അല്ലെങ്കിൽ അവനെ വീണ്ടും എംബ്രേസ് ചെയ്ത ഒരു അമ്മയുണ്ട്, ഒരു രണ്ടാനമ്മയുണ്ട്. ആ അമ്മയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? സിനിമയുടെ പേരെന്താണ്? രണ്ടും കൂടി പറയണേ. ചോദ്യം ഇതാണ്. സാധാരണ നമ്മൾ സ്റ്റെപ്പ് മദേഴ്സിനെയൊക്കെ കാണുന്നത് ക്രൂരകളായിട്ടാണ്. പക്ഷെ അതല്ലാതെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു കഥാപാത്രത്തെ മലയാള സിനിമ അത് ആക്സെപ്റ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തം കുഞ്ഞിനെ അബദ്ധത്തിലായിട്ട് പോലും കൊന്ന ഒരു കുഞ്ഞിനെ, ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലെ മകനെ
സ്വന്തം എന്ന പോലെ സ്നേഹിക്കുകയും എംബ്രേസ് ചെയ്യുകയും ചെയ്ത ഒരു സ്റ്റെപ്പ് മദർ ഉണ്ട്. കഥാപാത്രത്തിന്റെ പേരെന്താണ്? സിനിമയുടെ പേരെന്താണ്? എല്ലാവരും അഭിനേത്രിയുടെ പേരാണ് പറയുന്നത്, കഥാപാത്രത്തിന്റെ പേരാണ് പറയേണ്ടത്. എന്റെ വീട് അപ്പൂന്റെയും വൈശാഖ് ജി പറയുന്നു, ജിഷ റിജു പറയുന്നു, എന്റെ വീട് അപ്പൂന്റെയും ശ്രീദേവി നമ്പ്യാർ പറയുന്നു, ജ്യോതിർമയി എന്റെ വീട് അപ്പൂന്റെയും അഞ്ജു രഞ്ജിമ പറയുന്നു, സുമേഷ് മനകുളം പറയുന്നു ജ്യോതിർമയി എന്റെ വീട് അപ്പൂന്റെയും, മീര പി നായർ പറയുന്നു എന്റെ വീട് അപ്പൂന്റെയും മീര. അതാണ് ഉത്തരം. എന്റെ വീട് അപ്പൂന്റെയും മീര എന്നാണ് ജ്യോതിർമയി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. കാളിദാസന്റെ പടം എന്ന് മഹേഷ് ശിവരാമപിള്ള. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, കൃത്യമായി പറയണം. അപ്പൂന്റെ വീട് എന്റെയും എന്ന് ജ്യോതി തിരിച്ചാണ് എന്റെ വീട് അപ്പൂന്റെയും. ജലജ നാരായണൻ എന്റെ വീട് അപ്പൂന്റെയും എന്റെ വീട് അപ്പൂന്റെയും എന്ന് സാബിറ ലത്തീഫി, എന്റെ വീട് അപ്പൂന്റെയും എന്ന് മീര വിശ്വനാഥ് ജ്യോതിർമയി, ജൈഷാഖ് ജെ മീര വിശ്വനാഥൻ, അജിത് രാജ് മീര, ജ്യോതി എന്റെ വീട് അപ്പൂന്റെയും എന്ന് പ്രിയ സുധി, സുമേഷ് മനകുളം തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. ശ്രീജ അജിത്ത്, ജിഷ റിജു, പവിത്ര കെ ആർ, ശ്രീദേവി നമ്പ്യാർ, അജിത് രാജ് ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഉത്തരം പറഞ്ഞ ആരാണ് നോക്കട്ടെ. എന്റെ വീട് അപ്പൂന്റെയും മീര എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് മീര പി നായരാണ് എനിക്ക് കാണിക്കുന്നത്, അല്ലേ? വേറെ ആരാണ് രണ്ടാമത് പറഞ്ഞ ആരാ? സീതാവേണിയാണ് പൂർണ്ണമായിട്ട് ഉത്തരം പറഞ്ഞത്. ബാക്കി പലരും ഇടയ്ക്ക് ജ്യോതിർമയി എന്ന് പറഞ്ഞിട്ടുണ്ട്. മീര പി നായർക്കും സീതാവേണിക്കുമാണ് ഓരോ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോ സമയം പോകുന്നതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് വേഗം പോവുകയാണ്. നമ്മള് മലയാളത്തില് പവിത്രയ്ക്ക് മാത്രമല്ല എനിക്കും സിനിമ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം. അമ്മ, അമ്മായിയമ്മ, അമ്മയ്ക്കൊരുമ്മ, അച്ചുവിന്റെ അമ്മ, ഉമ്മ, അങ്ങനെ ഒത്തിരി മലയാള സിനിമകളുണ്ട്. ഞാൻ ഒരു സിനിമയുടെ പേര് പറയും, നിങ്ങൾ അതിന്റെ ഡയറക്ടറുടെ പേരാണ് ഉത്തരമായി ടൈപ്പ് ചെയ്യേണ്ടത്. സിനിമയുടെ പേര് വളരെ പ്രശസ്തമായ ഒരു പ്രത്യേക എന്താ പറയണ്ട സ്ട്രീമിലുള്ള ഒരു സിനിമയായിരുന്നു അത്. അന്ന് ഇറങ്ങിയ കാലത്ത് വളരെയധികം ക്രിട്ടിക്കൽ അക്ലെയിം ഒക്കെ നേടിയ ഒരു സിനിമയാണ്. സിനിമയുടെ പേര് അമ്മ അറിയാൻ. ആരാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്നതാണ് ചോദ്യം. വേഗം കമന്റ് ചെയ്യുക. അമ്മ അറിയാൻ എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ആരാണ്? നമുക്കിപ്പോ ഈ ക്രൗഡ് ഫണ്ടിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു കാലത്ത് 1986 ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കണ്ടെത്തി നിർമ്മിച്ച ഒരു ചിത്രം കൂടിയാണിത്. വേഗം പറയുക ഉത്തരം. അമ്മ അറിയാൻ എന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ്? ദിവ്യ ശ്രീകുമാർ, ജോൺ അബ്രഹാം എന്ന് പറയുന്നു. സീതാവേണി അത് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. നോക്കട്ടെ. പ്രിയ സുധി, സാബിറ ലത്തീഫി, അഞ്ജു രഞ്ജിമ, ശ്രീദേവി നമ്പ്യാർ, അജിത് രാജ്, വൈശാഖ് ജയ്, പലരും പറയുന്നുണ്ട്. എന്റെ സ്ക്രീനിൽ ദിവ്യ ശ്രീകുമാറും സീതാവേണിയുമാണ് പവിത്ര. ആദ്യം അതാണോന്നൊന്ന് നോക്കിയേക്കൂ. ജോൺ അബ്രഹാം എന്നതാണ് കറക്റ്റ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. അദ്ദേഹം ആകെ 3 സിനിമകളെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അമ്മ അറിയാൻ, പിന്നെ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, ഒരു സിനിമ കൂടിയുണ്ട്, വിദ്യാർത്ഥികളെ ഇതിലെ ഇങ്ങനെയുള്ള 3 സിനിമ മാത്രമേ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ സിനിമയെ പറ്റി പഠിക്കുന്നവരും ഒക്കെ വളരെയധികം ഗവേഷണം നടത്തുന്ന സിനിമകളാണ് ഈ 3ഉം. അപ്പോ അമ്മ അറിയാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജോൺ അബ്രഹാം എന്നതാണ് ഉത്തരം. ദിവ്യ ശ്രീകുമാറിനും സീതാവേണിക്കുമാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം പവിത്ര വേഗം ചോദിച്ചോളൂ. നമുക്കൊരു 20 ക്വസ്റ്റ്യനിൽ നിർത്തിയേക്കാമായിരുന്നു. ഏത് സിനിമയിൽ ഏത് കഥാപാത്രം അമ്മയാണ് ഈ ഡയലോഗ് പറയുന്നത് എന്നുള്ളതാണ്. പോടാ പൈത്യക്കാരാ പോയി തൂങ്ക്. ഏതമ്മ ഏത് സിനിമയിൽ പറയുന്ന ഡയലോഗാണ് എന്നുള്ളതാണ്. പോടാ പൈത്യക്കാരാ പോയി തൂങ്ക്. നോക്കട്ടെ സിനിമാ പ്രേമികളുണ്ടോന്ന്. അറിയില്ല. അമ്മയുടെ പേരല്ലേ വേണ്ടത്? കഥാപാത്രത്തിന്റെ പേര് വേണം. കഥാപാത്രത്തിന്റെ പേരും സിനിമയുടെ പേരും. എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് അജിത് രാജ്. റഷീദ ഹാഷിം പറയുന്നു മീന. ലിജി ഗഫൂർ പറയുന്നു മേലെപ്പറമ്പിൽ ആൺവീട് ഭാനുമതി. അഞ്ജു രഞ്ജിമ പറയുന്നു മേലെപ്പറമ്പിൽ ആൺവീട് മീന. അജിത് രാജ് മേലെപ്പറമ്പിൽ മീന. റഷീദ ഹാഷിം, നീതു വി ആർ, ജിഷ റജു തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഭാനുമതി എന്ന മീനയുടെ കഥാപാത്രം മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ
ജയകൃഷ്ണനായിട്ട് നിങ്ങൾക്ക് അഭിനയിക്കുന്നു. കഥാപാത്രത്തിന്റെ പേര് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ലൂ പറയാനായിട്ട് തയ്യാറായി നിൽക്കുമായിരുന്നു. കാരണം അതിൽ നരേന്ദ്രപ്രസാദ് ചോദിക്കുന്ന ഒരു സീനില്ലേ, ഭാനുമതി പവിഴം, അങ്ങനെ നോക്കിയാലും പവിഴത്തിനാ വില കൂടുതലൊന്നും. നിന്റെ പേരെന്തുവാടി എന്ന്. അപ്പൊ ഭാനുമതി മേലെപ്പറമ്പിലാണ് വീട് എന്നുള്ളതാണ് ഉത്തരം. ആദ്യം മുഴുവൻ ഉത്തരം പറഞ്ഞ ആരാണെന്ന് നോക്കട്ടെ. ലിജി ഗഫൂർ ആണ് എനിക്ക് കാണിക്കുന്നത്. രണ്ടാമതാരാണ്? സീതാവേണി അല്ലേ ആദ്യം പറഞ്ഞിരിക്കുന്നത്? ലിജി ഗഫൂറിന് മുകളിലായിട്ടാണ് എനിക്ക് സീതാവേണി കാണിക്കുന്നത്. എനിക്കിവിടെ ലിജി ഗഫൂർ ആണ് ആദ്യം കാണിക്കുന്നത്, പിന്നെ സീതാവേണി. അപ്പൊ സീതാവേണിക്ക് ഒരു പോയിന്റ്, ലിജി ഗഫൂറിന് ഒരു പോയിന്റ്. ഓക്കെ. ഭാനുമതി എന്ന മീനയുടെ കഥാപാത്രം ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച ജയകൃഷ്ണൻ എന്ന മകനോട് പറയുന്നതാണ്, പോടാ പൈത്യക്കാര കൊയ്ത്തൂങ്ങ്. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ 10ാമത്തെ ചോദ്യമാണ്. അപ്പം ഇതോടുകൂടി പൗത്രയും കൂടി ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് 20 ചോദ്യം നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അമ്മയായതിനുള്ള റെക്കോർഡ് ഉള്ള ഒരു അമ്മയുണ്ട്. അവർ അമ്മയാകുമ്പോൾ ഉള്ള പ്രായം എത്രയായിരുന്നു? പ്രായമാണ് എഴുതേണ്ടത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അമ്മയായത് ആരാന്ന് ഞാൻ പിന്നെ പറയാം. ഒരു അമ്മയുണ്ട്. ആ അവര് അമ്മയാകുമ്പോൾ അവരുടെ പ്രായം എത്രയായിരുന്നു? അജിത് രാജ് 10 എന്ന് പറയുന്നു. 12 എന്ന് റഷീദ പറയുന്നു. അജിത് രാജ് 10നെ 8 ആക്കിയിട്ടുണ്ട്. ഇനി 7, 6 അങ്ങനെ താഴോട്ട് പോകുമോ? അജിത് രാജ് 9 പറയുന്നു. ഞാൻ പ്രതീക്ഷിച്ചു ഇത്. സാബിറ ലത്തീഫി 8, 16 പറഞ്ഞിട്ടുണ്ട് ബിനോ മാത്യൂസ്. സദാനന്ദകുമാർ 10, ജിഷ റെജോ 5, സീതാവേണി 5, ദിവ്യ ശ്രീകുമാർ 10, അഞ്ജു രഞ്ജിമ 5, ലീന മാർസല ജുറാഡോ എന്ന ഒരു സ്ത്രീ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല, ഒരു കുട്ടിയാണ്. പെറുവിൽ 1939 അവൾക്ക് 5 വയസ്സും 7 മാസവും 3 ദിവസവും പ്രായമുള്ളപ്പോഴാണ് പ്രസവിച്ചു എന്നും പറയാൻ പറ്റില്ല. കാരണം സിസേറിയൻ വഴിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. മകന്റെ പേര് ജെറാർഡ്. രണ്ടുപേരും ആരോഗ്യത്തോടു കൂടി അതിനുശേഷം ഉണ്ടായിരുന്നു എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം 5 വയസ്സ് എന്നതാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞത് സീതാവേണിയാണോ? അതിനു മുമ്പ് ആരും പറഞ്ഞിട്ടുണ്ടോ? 5 വയസ്സ് സീതാവേണിയാണ് എനിക്ക് കാണുന്ന ആദ്യം. അത് കഴിഞ്ഞാൽ ജിഷ റെജോ ഉണ്ട്. ജിഷ റെജോ 5 കാണിക്കുന്നുണ്ട് എനിക്ക്. എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സീതാവേണി എനിക്ക് രണ്ടാമതാണ് കാണിക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരുമാണ് ആദ്യം പറഞ്ഞത്, സീതാവേണിയും ജിഷ റെജോയും. അപ്പൊ പൗത്ര അടുത്ത ചോദ്യം ചോദിച്ചോളൂ. എന്റെ അവസാനത്തെ ചോദ്യമാണ്. ഈ പറയുന്ന 2 അമ്മമാർ, ഓക്കെ, ഇവര് ഏത് സിനിമയില് ഏത് 2 നടിമാരാണ് അവതരിപ്പിച്ചത്? ഓക്കെ, ഇപ്രാവശ്യം കഥാപാത്രമല്ല, ഏത് നടിമാരാണ് ഏത് സിനിമയിൽ ഈ 2 അമ്മ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെന്നുള്ളതാണ് ചോദ്യം. കഥാപാത്രങ്ങളുടെ പേര് ഇതാണ്: കൊച്ചു ത്രേസ്യ, കുഞ്ഞുമറിയം. കൊച്ചു ത്രേസ്യ, കുഞ്ഞുമറിയം. ഇത് ഏത് സിനിമയിൽ ഏത് നടിമാർ അവതരിപ്പിച്ച 2 അമ്മ കഥാപാത്രങ്ങളാണ്? അജിത് രാജ് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം കേൾക്കുന്നതിന് മുമ്പേ മാവേൽ എറിഞ്ഞു നോക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ കഥാപാത്രങ്ങളിൽ ഫേമസ് ആയ നടിമാരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു. ഐഷാഖ് ജയ് പറയുന്നു മനസ്സിനക്കരെ സുകുമാരി KPS ലളിത. മനസ്സിനക്കരയെന്ന് നീതു VR, ശരാധ ഭാരതി, ശാരദയാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അഞ്ജു രഞ്ജിമ, ഷീല KPS ലളിത മനസ്സിനക്കരയെന്ന് സീതാവേണി പറയുന്നു. 9 വയസ്സെങ്കിലും ആവണ്ടേ അറ്റ്ലീസ്റ്റ് എന്ന് റംസീന നാസർ പറയുന്നു. പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ട്. മീരാ പി നായർ മനസ്സിനക്കരെ, ഷീല KPS ലളിത, ഷീല എന്ന് ബിനു മാത്യു, റഷീദ ഹാഷിം, ഷീല KPS ലളിത, ശ്രീദേവി നമ്പ്യാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ദിവ്യ ശ്രീകുമാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ശ്രീജ അജിത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ലിജി ഗഫൂർ, പ്രിയ സുധി പറഞ്ഞിട്ടുണ്ട്, സാബിറ ലത്തീഫി പറഞ്ഞിട്ടുണ്ട്, വിനീത വിജയൻ, ഷീല KPS ലളിത മനസ്സിനക്കരെ ഉത്തരം ശരിയാണ്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഉത്തരം പറഞ്ഞാരാണ് നോക്കട്ടെ. എന്റെ സ്ക്രീനിൽ അജിത് രാജും
സീതാവേണിയുമാണേ ആദ്യം. എനിക്ക് വൈശാഖ് ജയും സീതാവേണിയാണ് കാണിക്കുന്നത്. സിനിമയുടെ പേരും രണ്ട് അല്ല, വൈശാഖ് ജയ് അല്ല, വൈശാഖിന്റെ ഉത്തരം തെറ്റല്ലേ? സുകുമാരി എന്നാ പറഞ്ഞിരിക്കുന്നത്. സീതാവേണി ഷീല KPS ലളിത മനസ്സിനക്കരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് ഷീല KPSC എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് മീരാ പി നായരാണ് കാണിക്കുന്നത്. മനസ്സിനക്കരെ ഷീല KPS ലളിത. മീരയ്ക്കാണ് ഞാൻ പോയിന്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മത്സരം ഏകദേശം അവസാനിച്ചിരിക്കുന്നു. പോയിന്റ് നില ഞാൻ പറയാം. ഒന്നാം സ്ഥാനത്ത് 9 പോയിന്റുമായി സീതാവേണി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഇന്നത്തെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ലൈവില്. കൺഗ്രാജുലേഷൻ സീതാവേണി. രണ്ടാം സ്ഥാനത്ത് മീരാ പി നായരാണ്, 6 പോയിന്റ്. മീരയ്ക്കും കൺഗ്രാജുലേഷൻസ്. മൂന്നാം സ്ഥാനത്ത് ദിവ്യ ശ്രീകുമാറാണ്, 5 പോയിന്റ്. വൈശാഖ് 3 പോയിന്റും ജിഷ റെജോ 3 പോയിന്റുമായിട്ട് ശ്രീദേവി നമ്പ്യാറും 3 പോയിന്റ്. അവരാണ് 4ാം സ്ഥാനത്തുള്ളത്. ഒന്നാം സ്ഥാനം സീതാവേണി നേടുന്നു 9 പോയിന്റ്. രണ്ടാം സ്ഥാനം മീരാ പി നായർ 6 പോയിന്റ്. ദിവ്യ ശ്രീകുമാറിന് 3ാം സ്ഥാനം 5 പോയിന്റ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ലൈവ് ആശംസകൾ. ഇനിയൊരു ബോണസ് ചോദ്യം ഉണ്ടോ? ബോണസ് ചോദ്യം വേണമെങ്കിൽ വെറുതെ ചോദിക്കാം, സമയമുള്ളവർക്ക് ഉത്തരം പറയാം. ഓക്കെ, ഒരു ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയണേ. ഇതിന് പോയിന്റ് ഇല്ല, വെറുതെ ചോദിക്കുന്നേ ഉള്ളൂ. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം. ഇന്നത്തെ ദിവസം നമ്മൾ ഇവരെയൊക്കെ ഓർക്കേണ്ടതാണ്, അതുകൊണ്ട് ചോദിക്കുന്നു. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്? എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. വൈശാഖന്. സീതാവേണി കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. മദർ തെരേസ അജിത് രാജ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മദർ തെരേസയാണെന്ന്. ഒരു ചോദ്യം കൂടെ ഞാൻ പെട്ടെന്ന് ചോദിക്കാം, എന്നിട്ട് നമുക്ക് നിർത്തിയേക്കാം. ഇതിനുത്തരം ആർക്കറിയാമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പിടിച്ച് അടുത്തിരുത്തു. പെട്ടെന്ന് ചോദിച്ചാൽ അവർക്കായിരിക്കും ഇതിനുത്തരം അറിയാൻ സാധ്യത. മൗഗ്ലി ഇല്ലേ, മൗഗ്ലി, നമ്മുടെ സ്വന്തം മൗഗ്ലി. മൗഗ്ലിയുടെ വളർത്തമ്മയുടെ പേര് എന്താണ്? മൗഗ്ലിയെ ചെന്നായി കൂട്ടം എടുത്തു വളർത്തി, ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാം, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. അവിടെ മൗഗ്ലിയുടെ വളർത്തമ്മ ആരായിരുന്നു? യഥാർത്ഥ അമ്മയല്ല, വളർത്തമ്മ. റംസീന പറയുന്നു ഹീര. മീരപ്പിനാവ് പറയുന്നു ബഹീര. മെഗീര എങ്ങനെയാ അമ്മയാവുന്നേ? ബഗീര ആണല്ലേ. മമ്മിയാണെന്ന് പറയുന്നു. എല്ലാവരും ബഗീരയെ പെണ്ണാക്കുവാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ബഗീരയെ പെണ്ണാക്കുന്നത്? ബഗീര ഒരാണാണ്. ദിവ്യ ശ്രീകുമാർ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രക്ഷ എന്നാണ് പേര്. ശരിയായ ഉത്തരമാണ്. നിങ്ങൾ മനുഷ്യരെ പ്രതീക്ഷിക്കരുത്. മൗഗ്ലിയുടെ ചെന്നായ അമ്മയുടെ പേരാണ് ചോദിച്ചത്. ചെന്നായ മമ്മി. ഷിജു ബോബി പറയുന്നു രക്ഷ എന്നുള്ളതാണ് പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്മ കഥാപാത്രങ്ങൾ സിനിമയിൽ ഏതാണ് എന്നുള്ളത് കമന്റ് ചെയ്ത്. ജയശ്രീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്മ കഥാപാത്രത്തിനെ കുറിച്ച് പറയാമോ സിനിമയില്? പെട്ടെന്ന് അമ്മ കഥാപാത്രം എന്ന് പറയുമ്പോൾ എനിക്ക് കബീർ പൊന്നമ്മയുടെ അമ്മ കഥാപാത്രങ്ങളാണ് ഓർമ്മ വരുന്നത്. കിരീടത്തില് മോഹൻലാലിന്റെ അമ്മയായിട്ട്, പിന്നെ ഹിസ്ഹൈന അബ്ദുള്ളയിലെ, പിന്നെ ബാലൻ മാഷിന്റെ അമ്മയായിട്ട്, തനിയാവർത്തനത്തില്. അമ്മ എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കബീർ പൊന്നമ്മയാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സുകുമാരി ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്കെന്തോ പെട്ടെന്ന് അമ്മ കഥാപാത്രം എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്ന അമ്മ കബീർ പൊന്നമ്മയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അമ്മ കഥാപാത്രമാണ് കന്മദത്തിലെ KPS ലളിത കഥാപാത്രം. ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മനസ്സിനക്കരയിലെ ഷീല KPS ലളിത ഒക്കെ വളരെ രസകരമായിട്ടുള്ള അമ്മ കഥാപാത്രങ്ങൾ തന്നെയാണ്. ഒരുപാട് തരത്തിലുള്ള അമ്മമാരെ മലയാള സിനിമ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അത് എന്റെ ഗർഭം എങ്ങനെയല്ല എന്ന് കയറിയിരുന്ന് പറയുന്ന മക്കളെയൊക്കെ വരച്ച് വരയിൽ നിർത്തുന്ന അമ്മമാര് മുതൽ എന്റെ ഉണ്ണി എവിടെ എന്ന് ചോദിക്കുന്ന വളരെ നിഷ്കളങ്കരായ അമ്മമാർ മുതൽ ഞാൻ വരില്ല എന്ന് പറയുന്ന കുമ്പളങ്ങി നൈറ്റ്സിലെ അമ്മമാര് വരെ, അല്ലെങ്കിൽ ഞാൻ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന വരനെ ആവശ്യമുണ്ട് എന്നുള്ളതിലെ നീന വരെ പലതരത്തിലുള്ള അമ്മമാരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈവ് ക്വിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാതൃദിനം ആശംസിക്കുന്നു. അപ്പോ നാളെ നമുക്ക് മറ്റൊരു ലൈവ് ക്വിസുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.